السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. وقال نبينا محمد صلى الله عليه وسلم يد الله على الجماعة. വേദിയിലെ ബഹുമാന്യരായ അധ്യക്ഷനവറുകളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരായ CA അബ്ദുള്ള മൗലവി ഉസ്താദ് അവറുകളെ, ഇവിടെ പ്രൗഢമായ ആധികാരികമായ പ്രഭാഷണം നിർവഹിച്ച സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ സാഹിബ് പന്തല്ലൂർ അവറുകളെ, ഷബീബ് ബാക്കി ഉൾപ്പെടെ മറ്റു വേദിയിലെ പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ഉലമാക്കൾ നേതൃത്വം വഹിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അല്ലാഹു തആല അതിന്റെ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അതിന്റെ മഹാന്മാരായ നേതാക്കന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ മഹാന്മാരായ കന്നിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, കുമരമ്പത്തൂർ ഉസ്താദ്, ഏറ്റവും ഒടുവിൽ ശൈഖുന ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവറുകൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ എല്ലാ പോയകാല സാരഥികൾക്കും അല്ലാഹു ഉന്നതമായ ദറജ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമായി ഒട്ടനേകം പ്രഭാഷണങ്ങളും അതുപോലെ വിദണ്ഡവാദങ്ങളുമായി കടന്നുവരുന്ന നിരവധി തെറ്റായ ആശയക്കാർക്കെതിരെയുള്ള ഖണ്ഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തികച്ചും ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ മാത്രമാണ് സമസ്തയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും പണ്ഡിതന്മാരും നേതാക്കളും ഉമറാക്കളും ഒക്കെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരള സംസ്ഥാനം പോയിട്ട് ഒരു പഞ്ചായത്തിൽ തന്നെ ഉണ്ടോ എന്ന് ആളുകൾ മഷീട്ട് തെരഞ്ഞാലും കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗത്തിൻ്റെതായി വന്ന ഒരു കുപ്രചരണം. ആ കുപ്രചരണം തികച്ചും വാസ്തവവിരുദ്ധവും വസ്തുതയ്ക്ക് നിരക്കാത്തതും അസത്യങ്ങളും കളവുകളും കൂട്ടിച്ചേർത്തതുമാണ് എന്നുള്ളത് ആ പ്രഭാഷണം ഒരു വട്ടം ശ്രവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെ ബദീഹിയായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ താബിഈങ്ങളുടെ കാലത്ത് ഇസ്ലാം വന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് ഒരുപാട് നൂറ്റാണ്ടുകൾ, 10-13 നൂറ്റാണ്ടുകൾ ഇവിടെ കേരളത്തിൽ ഇസ്ലാം പരിലസിച്ചു. മഹല്ലുകൾ സ്ഥാപിതമായി. ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. അതിനിടയിൽ നമ്മുടെ സംഘാടകര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ SKSFന്റെ കുട്ടികളാണ്, അവരുടെ കൈകൾ ശൂന്യാണ്.
അതുകൊണ്ട് ഈ പരിപാടിക്ക് വരുന്ന ചെലവിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ തുകകൾ തന്നെ നിങ്ങൾ സംഭാവന ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ മശായിഖന്മാരുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാൻ സലാമത്തായി മൗത്താകുന്ന കൂട്ടത്തിൽ മൗത്താകുന്ന ആ കൂട്ടത്തില് ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ 13 നൂറ്റാണ്ട് കാലം അല്ലലും അലട്ടുമില്ലാതെ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്ത്, ഇന്ത്യ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഇസ്ലാം വന്നു. ഇസ്ലാം പ്രവർത്തിച്ചു, മുസ്ലിമീങ്ങൾ നിലകൊണ്ടു. 1920കളില് വക്കം മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ വഹാബികൾ വന്നു. അവര് 1924 മറ്റോ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിത സഭയുടെ പേരിൽ ചില പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. ഈ സന്ദർഭത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ സയ്യിദന്മാരും ഉലമാക്കളും, മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ, അതുപോലെ തന്നെ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ഉന്നത ശീർഷരായ കേരളക്കരക്ക് ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റാവുന്ന പാണ്ഡിത്യത്തിന്റെ നിറവും ആത്മീയതയുടെ നിറകുടങ്ങളുമായിരുന്ന മഹാന്മാരായ സയ്യിദന്മാരും അതുപോലെ തന്നെ ഉസ്താദുമാരും ഉലമാവും ഉമറാവും സാദാത്യങ്ങളും ഈ വിഷയത്തെ സംബന്ധിച്ച് ഗാഢമായി ചിന്തിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. 1925 അതിന്റെ പ്രാഥമികമായ രൂപം നിലവിൽ വന്നു. 1926 അത് വിപുലമായി രൂപീകരിക്കപ്പെടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആചാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാം ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല ചുമതലയേൽപ്പിച്ച ആ ചുമതലയുടെ നിർവഹണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇദാ ലഹറൽ ബിദ്ഉ വസകത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ബിദ്അത്തുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങിങ്ങ മൂലക്ക് കടക്കാതെ അതിങ്ങോട്ട് ലാഹിറായി വന്നു പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് വസകത്തൽ ആലിം മൗനം പുലർത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ആ ആലിമിന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകുന്നതാണെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹദീസിന്റെ താൽപര്യത്തിന്റെ വെളിച്ചത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചു. സാത്വികരായ ഒരുപാട് മഹാന്മാർ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദൊക്കെ അതിന്റെ സ്ഥാപക കാലത്തിലുള്ള മെമ്പർമാരാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം, അവിടുത്തെ സൂക്ഷ്മത, അവിടുത്തെ വറഅ്, അവിടുത്തെ തഖ്വ, അവിടുത്തെ അറിവിന്റെ ആഴം, ഇതൊന്നും ഇവിടെ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഏത് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന അത്രയും പ്രചാരപ്പെട്ട മുതവാത്തിറായ വിഷയങ്ങളാണ്. സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്, ഞാനും കണ്ണിയത്ത് ഉസ്താദും ഒരേപോലെയാണ് എന്ന് ചില ആൾക്കാരൊക്കെ ഒരു ചൊല്ലായിട്ട് ഒരു തമാശയായിട്ട് പറയാറുണ്ട്. അപ്പൊ എന്താ, കണ്ണിയത്ത് ഉസ്താദും ഞാനും ഒരുപോലെ എന്ന് പറയാൻ കാരണം കണ്ണിയത്ത് ഉസ്താദിൽ ഓതിയതും ഓതാത്തതും ഒക്കെ കാണാപ്പാടാണ്. അതേ സമയത്ത് എനിക്ക് ഓതിയതും ഓതാത്തതും രണ്ടും കാണാപ്പാടല്ല. അപ്പൊ ഓതിയതും ഓതാത്തതും എനിക്കും കണ്ണിയത്ത് ഉസ്താദിനും സമാന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദിന് അതൊക്കെ കാണാപ്പാടാണ്, നമ്മക്കതൊന്നും അറിയില്ല എന്ന് സാധാരണ പറയാറുണ്ട്. അത്രയും വലിയ ഇൽമിന്റെ ബഹറായ ഗ്രന്ഥങ്ങളിലുള്ള വരികളും പേജുകളും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദൊക്കെ അതിന്റെ സ്ഥാപക മെമ്പർമാരായിരുന്നു. ഉദ്ദേശം 42 വർഷങ്ങൾക്ക് ശേഷം 1967 ആണെന്നാണ് എന്റെ ഓർമ്മ. നമ്മളൊന്നും അന്ന് ജനിച്ചിട്ടില്ലല്ലോ. അന്ന് ജനിച്ച് കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തുള്ള ഒരുപാട് ആളുകൾ ഒരു പക്ഷേ എന്റെ സദസ്സിലുണ്ടാവും. 1967 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാന്യരായ സദഖത്തുള്ള മൗലവി ഉസ്താദ് അവർകളായിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിട്ടില്ല. കുറഞ്ഞ കാലം മാത്രമാണ് സദഖത്തുൽ ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത്. 1967 1967 സമസ്ത ഈ മൈക്കയിൽ ഖുതുബ ഓതുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തു.
മൈക്കയിൽ ഖുതുബ ഓതുന്നത് സഹീഹാണ്. മൈക്കയിൽ ഖുതുബ നിർവഹിച്ചതുകൊണ്ട് ആ ഖുതുബ ഫാസിദാകുന്നില്ല, അത് സഹീഹാണ്. ആ ജുമുഅ സഹീഹാണ്, ആ ജുമുഅ ബാത്തിലാകുന്നില്ല എന്നുള്ള ആ ഒരു വിഷയം, ഒരു കാര്യം തീരുമാനിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിന് ആ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അതൊരു പണ്ഡിതപരമായ പണ്ഡിതോചിതമായ ഒരു വിഷയമാണ്. അതെന്താ അങ്ങനെ രണ്ടഭിപ്രായം എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ കിതാബിന്റെ ഇബാറത്തുകൾ വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്ന ആ ഒരു നിലവാരത്തിലാണ് നമ്മളൊക്കെ എല്ലാവരും അതിനെ വീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രൂപീകരിച്ച ഒരു ചെറിയ സംഘടനയാണ് ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഇവിടെ ഈ സംസ്ഥാനം രൂപീകരിക്കാൻ കാരണം, ഇപ്പോ ഇവിടെ ഈ പ്രസംഗം നടത്തുന്ന ആളുകൾ ഇവിടെയും പല സ്ഥലത്തും പ്രസംഗിച്ചത് വളരെ ദൂരവ്യാപകമായ ആരോപണമാണ്, പ്രത്യാഘാതമുണ്ടാക്കുന്ന കടുത്ത ആരോപണവും തെറ്റായ ആരോപണവുമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും പ്രസംഗിക്കുന്നതിന്റെ ഓഡിയോ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. എന്താ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഈ കേരളത്തിൽ ബഹുഭൂരിപക്ഷമായിരിക്കാം, പക്ഷേ ബഹുഭൂരിപക്ഷം പിഴക്കൂലേ? അങ്ങനെ ബഹുഭൂരിപക്ഷം എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്ത്യാനികൾ പിഴച്ചവരല്ലേ? ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന ശരീഅത്തിൽ നിന്ന് പിഴച്ചവരല്ലേ? ലോകത്തെ ബഹുഭൂരിപക്ഷമായ ക്രിസ്ത്യാനികൾ സ്ഥാപിത ശരീഅത്തിൽ നിന്ന് പിഴച്ചതുപോലെ, അതുപോലെ തന്നെ നല്ലൊരു ശതമാനം വരുന്ന ജൂതന്മാർ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്തിൽ നിന്ന്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്തിൽ നിന്ന് പിഴച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് പിഴച്ച കൂട്ടരാന്നായി ഇവർ പറഞ്ഞു. ഇവിടെ പ്രസംഗിച്ച ഈ മൗലവി, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, നജീബ് മൗലവി, അദ്ദേഹം പറയുകയാണ് നസ്രാണികൾ പിഴച്ചില്ലേ? പാങ് എന്ന് പറഞ്ഞ സ്ഥലത്തടുത്ത് അദ്ദേഹം പ്രസംഗിച്ചതാ. നസ്രാണികൾ പിഴച്ചില്ലേ? ജൂതന്മാർ പിഴച്ചില്ലേ? എന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും പിഴച്ചിട്ടുണ്ട്. ഇതെത്ര ഗൗരവമായ കാര്യമാണ്. ഈ ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്നോ നിങ്ങൾ വിചാരിച്ചത്? ഇവർ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആരോപണത്തിന്റെ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മള് ഒരു LIC ഇൻഷുറൻസ് കമ്പനി പോലെയാണ്. LIC ഇൻഷുറൻസ് കമ്പനിയിൽ പ്രീമിയം അടക്കും. ഈ LICയും ജനങ്ങളും തമ്മിൽ ബന്ധമില്ല. ജനങ്ങൾ വേറെ, LIC എന്ന് പറയുന്നത് ചെറിയൊരു കമ്പനിയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയെന്നും കൂടി ഒരു പക്ഷെ നമുക്കറിയില്ല. എന്നതുപോലെയാണോ സമസ്ത? ഈ കേരളത്തിലുള്ള ജനലക്ഷങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, ഈ കേരളത്തിലുള്ള ജനലക്ഷങ്ങളുടെ പിന്തുണയാർജിച്ച, ഈ കേരളത്തിലുള്ള ജനലക്ഷങ്ങൾ അണിചേർന്നിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത്. അല്ലാതെ കോഴിക്കോട് ഓഫീസിലുള്ള 40 ആളുകൾ മാത്രം സമസ്ത, ബാക്കിയുള്ളൊക്കെ നാട്ടുകാര്. ഈ ആരോപണ ശൈലി ഇത് ആരാണ് കൊണ്ടുവന്നത് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവര് പറയുന്നത് വളരെ ഗുരുതരമായ ഇത്തരത്തിലുള്ള ആരോപണത്തിനൊന്നും ഒരു കഴമ്പില്ല. ഇത് ബുൽബുൽ ദശവാർഷിക പതിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു പുസ്തകം. ഇതിന്റെ 240-ാമത്തെ പേജില് പറയുന്ന ഒരു പരാമർശം എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. ഇതിന്റെ 240-ാമത്തെ പേജിൽ പറയാം, ശാഖാപരമായ വിഷയത്തിൽ മതവിധികൾ പാസാക്കുക എന്നത് സമസ്തയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാകയാലും സ്പീക്കർ ഖുതുബ ജായിസ് അല്ലെന്ന് അഭിപ്രായമുള്ളവർക്ക് ജായിസാണെന്ന് പാസാക്കിയ സമസ്തയിൽ പ്രവർത്തിക്കാൻ സാങ്കേതികമായി തടസ്സമുള്ളതിനാലുമാണ് പ്രസിഡന്റും ഒരു കൂട്ടം മുഷാവറ മെമ്പർമാരും സമസ്തയിൽ നിന്ന് രാജിവെച്ചത്, സംസ്ഥാനം രൂപീകരിച്ചത് എന്നാ പറഞ്ഞത്. മനസ്സിലായില്ല? ശാഖാപരമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ രണ്ട് വിധാണല്ലോ. ഒന്ന് അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ. രണ്ട് ശാഖാപരമായ ഇസ്ലാം കാര്യങ്ങൾ. അങ്ങനെ രണ്ട് തരാണല്ലോ. ശാഖാപരമായ വിഷയത്തില് സമസ്ത തീരുമാനം എടുക്കാൻ പറ്റൂലത്രേ.
അതുകൊണ്ടാണ് ഞങ്ങൾ രാജിവെച്ചു പോകുന്നത്. ഇതിപ്പോ അടുത്ത് വരെ ഇയാൾ എഴുതിയതാണ്, ഇവിടെ പ്രസംഗിച്ചു പോയ ആൾ എഴുതിയതാണ്. ശാഖാപരമായ വിഷയത്തിൽ തീരുമാനമെടുത്തു. അത് സമസ്തയുടെ 42 കൊല്ലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് 1967 മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറയിൽ, മഹാനായ ശംസുൽ ഉലമായി ഇ കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന മുശാവറയിൽ തീരുമാനമെടുത്തത് സമസ്ത സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് പിഴച്ചുപോയത് കൊണ്ടാണ്. പച്ചക്കളവല്ലേ പറഞ്ഞത്? അതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ മീൻചന്ത സമ്മേളനത്തിനോടനുബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ലേ? ജുമുഅ ഖുതുബ മറ്റു ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്നത് ബിദ്അത്ത് മുൻകറത്താണ്, അനാചാരമാണ് എന്ന് തീരുമാനം എടുത്തിട്ടില്ലേ? അത് ശാഖാപരല്ലേ? സ്ത്രീധനത്തെ പറ്റി വന്നപ്പോൾ സ്ത്രീധനം പൊതുവെ ഹറാമല്ല എന്ന് സമസ്ത തീരുമാനിച്ചില്ലേ? പൊതുവെ ഹറാമല്ല. ആ വാക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നു. സമസ്ത തീരുമാനിച്ചില്ലേ? അത് ശാഖാപരമല്ലേ? അതാരാ തീരുമാനിച്ചത്? സമസ്തയുടെ 42 കൊല്ലത്തെ അതിന്റെ ചരിത്രത്തിൽ 1925 മുതൽ 1967 വരേക്കുള്ള 42 കൊല്ലത്തെ ചരിത്രത്തില് ശാഖാപരമായ തീരുമാനമെടുക്കുന്ന ഇസ്ലാമികമായ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ തീരുമാനമെടുക്കുന്ന സ്വഭാവം സമസ്തക്കില്ല. അത് സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്പ്രചരണം നടത്തുകയാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ നോക്കൂ, ഇത് സദഖത്തുള്ള ഉസ്താദിന്റെ ഫതാവയാണ്. മൈക്കയുടെ വിഷയത്തിൽ തന്നെ ഇവര് പറയണ എന്താ വെച്ചാൽ, നമ്മളെ കേരളത്തില് ഇന്ന് 99% എന്ന് വേണമെങ്കിൽ പറയാൻ, കൃത്യമായ കണക്ക് പറയില്ല കേട്ടോ. ഈ 99% ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കണ്ട, അത് ഏകദേശം പറഞ്ഞതാ. 99% പള്ളികളിലും ജുമാ ഖുതുബ മൈക്കയിലാണ് ഓതുന്നത്. ഇവിടെയും ജുമാ ഖുതുബ മൈക്കയിൽ തന്നെയല്ലേ ആയിരിക്കും. ഈ മൈക്കയിൽ ഓതുന്ന, മൈക്ക് എന്ന ഖത്തീബിന്റെ മുമ്പാകെ മൈക്ക് വെക്കുന്നു, അതാണ്. അല്ലാതെ സ്പീക്കർ ഖുതുബ, സ്പീക്കർ ആരാധന എന്നൊന്നും അതിനെ പറ്റി പറയാൻ പറ്റില്ല. അതൊക്കെ ഇവരുണ്ടാക്കുന്ന വാക്കുകളാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഖുതുബ ഓതുന്ന ആ മഹല്ലുകാരുടെ ജുമുഅ മുഴുവൻ ബാത്തിലാണ്, ഫാസിദാണ് എന്നാണ് ഇവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യുന്നവരെന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടുകാർ, ഈ കേരളക്കാർ, മറ്റ് ലോകത്തിന്റെ അനേക സ്ഥലത്തുള്ള ആളുകൾ, അവരൊന്ന് ജുമാ നിസ്കരിക്കാത്തവരാണെന്ന ഇവരുടെ വാദം. ഇന്നലെ തന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറയാണ്, ഒരു പെണ്ണ് വന്നിട്ടാണ് ജുമാക്ക് ഖുതുബ ഓതുന്നതെങ്കിൽ അതേ വിധിയാണ് മൈക്ക് വെച്ചാലും. മിമ്പർമ കയറി ഖുതുബ ഓതുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ ജുമാ ശരിയാവില്ലല്ലോ. മെഹ്റാബിൽ കയറിക്കൊണ്ട് ഇമാമത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ ജുമാ ശരിയാവില്ലല്ലോ. അതേമാതിരി തന്നെയാണ് മൈക്കയിലൂടെ ഖുതുബ ഓതിയാല് അത് ശരിയല്ല, അത് സഹിയല്ല, ഹറാമാണ്, വൻദോഷമാണ്. ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച ആളുകളില്ലേ? നിങ്ങളൊക്കെ നിസ്കരിച്ചിട്ടില്ലേ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഇവര് നിസ്കരിച്ചിട്ടുണ്ട്. ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം നമ്മളൊന്നും നിസ്കരിച്ചിട്ടില്ല. സഹീഹായ നിസ്കാരം നിസ്കരിച്ചത് അതൊക്കെ ഹറാമാണ്, കള്ളുടിച്ചണ മാതിരിയാണ്. ഈ വിശ്വാസക്കാരാണ് ഇവിടെ വന്നിട്ട് സമസ്തയുടെ MSRും കാര്യങ്ങളും പറയാൻ നിൽക്കുന്നത്. ആദ്യത്തെ തീരുമാനമുണ്ട് ഇത് പറയണ്ടേ? ജനങ്ങളോട് ഇതല്ലേ പറയേണ്ടത്? ജനങ്ങളെ, നമ്മുടെ MSRന്റെ പ്രശ്നം, നമുക്ക് ക്ഷേമനിധിയല്ല പ്രശ്നം, നമുക്ക് മദ്രസയല്ല പ്രശ്നം, നമുക്ക് ജോലിയല്ല പ്രശ്നം, നമുക്ക് ആഴ്ചയിലൊരിക്കലുള്ള ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ ജുമുഅയിലേക്ക്, അല്ലാഹുവിന്റെ ജുമുഅയുടെ ഖുതുബയിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയുന്ന ആ മഹത്തായ ജുമുഅ, ആ ജുമുഅ ഇവിടെ നടക്കുന്നില്ല. തിരുവാലിയിൽ നടക്കുന്നില്ല, പത്തിരിയാലിൽ നടക്കുന്നില്ല, ഒരുപാട് സ്ഥലത്ത് നടക്കുന്നില്ല. ഇതൊക്കെ ഫാസിദാണ്, ഹറാമാണ്. ഇതല്ലേ പറയേണ്ടത്? യഥാർത്ഥത്തിൽ ഖുതുബ മൈക്കയിൽ നിർവഹിച്ചാൽ ആ ശബ്ദം ഈ നിർവഹിച്ച ഈ ഖതീബിന്റെ ശബ്ദം തന്നെയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇനി അല്ല എന്ന് വെച്ചാൽ തന്നെ, ഞാൻ അതിന്റെ മസലയുടെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അല്ല എന്ന് വന്നാൽ തന്നെ ശാഫിഈ മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അത് സഹീഹ് തന്നെയാണ്. അല്ല എന്ന് തെളിയിക്കാൻ സംസ്ഥാനയിൽ ആണത്തമുള്ള ഒരാളും ഇന്നില്ല, ഇനി ഉണ്ടാകൂല.
ഞാൻ ആ വിഷയത്തിലേക്ക് പോകില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഈ 1967 ഇങ്ങനെ ഫസാദ് ഉണ്ടായി എന്നാ പറയുന്നത്. സ്ഥാപിത ലക്ഷ്യത്തിന് സമസ്ത പയച്ചുപോയി, ജൂതന്മാര് പയച്ചില്ലേ, നസ്രാണികൾ പയച്ചില്ലേ എന്നൊക്കെയാണ് ഇദ്ദേഹം പടപ്പറമ്പ് ആ ഭാഗത്ത് നിന്ന് പ്രസംഗിച്ചത്. ജൂതന്മാരോടും നസ്രാണികളോടുമാണ് ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. ഇത് കേൾക്കുമ്പോ വേദന തോന്നൂലേ? നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, ഇത് സദഖത്തുൽ ഉസ്താദിന്റെ സമ്പൂർണ്ണ ഫത്താവയാണ്. ഇതില് സ്പീക്കറിലെ ഖുതുബനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു ഫത്വ പറയുന്നുണ്ട് 92ാമത്തെ പേജില്. ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. ഇവരുടെ കുപ്രചരണത്തിന്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കണ്ടോ, സ്പീക്കറിൽ കൂടി ഖുതുബ നിർവഹിച്ചാൽ അത് സഹീഹാവണമെങ്കിൽ, അദ്ദേഹം 92ാമത്തെ പേജല്ല, 92ാമത്തെ പേജിൽ ഇതിൽ പറയാം, സ്പീക്കർ ഉപയോഗിച്ച് ഖുതുബ നിർവഹിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്നവർ 3 അഭിപ്രായത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. ജുമാ ഖുതുബക്ക് അത് ഉപയോഗിക്കൽ ഹറാമും, അങ്ങനെ ഓതുന്ന ഖുതുബ സഹീഹാകാത്തതുമാണ്. കോഴിക്കോട് പുഴവക്കത്തെ പള്ളിയിൽ ജുമാ സ്ഥാപിക്കുന്നതിനോടനുബന്ധിച്ച് പ്രസിഡന്റ് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്തയുടെ മുശാവറ യോഗത്തിലെ തീരുമാനവും അതായിരുന്നു. ഇത് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇല്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അന്നത്തെ കാലത്ത് മൈക്ക എന്ന് പറയുന്നത് ഒരു കളിയായതായിരുന്നു. ആ നിലക്ക് അത് പള്ളിക്ക വെക്കണോ വെക്കണ്ടേ എന്നുള്ളതിൽ പല പണ്ഡിതന്മാർക്കും എതിർപ്പുണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ മുശാവറയിലെ യോഗത്തിലെ തീരുമാനം അതായിരുന്നു എന്ന് 1950കളിലെ ഈ വസ്തുത, ഇങ്ങനെ സംഭവം ഈ എഴുതി വെച്ചത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു 67 മുതൽക്കാണ് ഇങ്ങനെ ഫിഖ്ഹിയായ മസ്അലയിലുള്ള തീരുമാനമെടുക്കല് 67 മുതൽക്കേ സമസ്ത തുടങ്ങിയിട്ടുള്ളൂ. എന്നാ ഇപ്പൊ ഈ പറഞ്ഞതോ? അപ്പൊ നിങ്ങൾ ഈ എഴുതിയത് പച്ചനുണയല്ലേ? അപ്പൊ സമസ്ത പിഴച്ചു എന്ന് പറയാൻ വേണ്ടിയത് ഇവര് പറഞ്ഞുണ്ടാക്കിയ ഒരു ജൽപ്പനമാണ്. ശാഖാപരമായ മസ്അലാപരമായ വിഷയത്തില് സമസ്ത തീരുമാനമെടുക്കുന്ന സ്വഭാവം ഇല്ല. അത് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ രാജിവെച്ച് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയത്. എത്രമാത്രം അർത്ഥശൂന്യമായ, എത്രമാത്രം അപ്രസക്തമായ ഒരു വാദമാണത്. അങ്ങനെ അവിടെ മുതൽക്കാണ് ഇവര് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ്, നമ്മളെ ബഹുമാനപ്പെട്ടവരെ എതിർക്കല്ലോ, അതൊക്കെ നമ്മൾ ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അവരൊക്കെ. അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു തആല ഉയർന്നതായ ദറജ അള്ളാഹു തആല സുഖലോക സ്വർഗ്ഗത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മളോട് വിട പറഞ്ഞ 2 മഹാന്മാരായ ആളുകൾ, ഒന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇ അഹമ്മദ് സാഹിബ്, പാർലമെന്റിലും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലും അറബ് നാടുകളിലും നമ്മുടെ രാജ്യത്തും എല്ലാ വേദികളിലും ഈ സമുദായത്തിന്റെ ശബ്ദം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് കോയ അൽ ജലാലി, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ജലാലി അൽ ബുഖാരി രാമന്തളി തങ്ങൾ, ഇന്ന് ഉച്ചക്ക് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ന് വൈകുന്നേരം മറമാടി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ കിതാബിൽ തഹഖീഖും ആഴവുമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അദ്ദേഹത്തെ പരിചയപ്പെടാനോ സാധിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ നേരിൽ അറിയുന്ന ആളുകളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ദറജ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പൊ അവരൊക്കെ വലിയ മഹാന്മാരാണ്. അവരൊക്കെ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതേ സമയത്ത് ഈ സമുദായത്തിൽ വിള്ളലുണ്ടാക്കാനും ദുഷ്പ്രചരണം നടത്തുവാനുമുള്ള ശ്രമങ്ങളല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ പ്രസംഗിച്ചു പോയ ഈ മൗലവി ഇവിടെ നടത്തിയത്. എപ്പോഴാണോ തഞ്ചം കിട്ടുന്നതെങ്കിൽ സമസ്തക്ക് എതിരില് സമസ്തയുടെ എതിരാളികളൊപ്പം കൂടിയിട്ട്, ഞാൻ നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ വല്ല കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടാവാതിരിക്കാം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇവിടെ മുടി വിഷയം വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ മുടി ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് AP വിഭാഗം ഇവിടെ വന്നു. അതെങ്ങനത്തെ മുടിയാ? ഹസ്രജിയിൽ എന്ന് പറഞ്ഞ UAE പൗരനിൽ നിന്നാണ് ആ മുടി കിട്ടിയത് എന്ന് പറഞ്ഞു. ആ മുടിയാണെങ്കിലോ വല്ല പനങ്കൊലന്റെ മായിരിക്കത്തെ പോലെ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? യൂട്യൂബിലൊക്കെ കാണാം. റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് വലിയ പനങ്കൊലന്റെ മായിരിക്കത്തെ മുടിയാ.
ആ മുടികൾ നീട്ടിയിട്ടുണ്ടെങ്കിൽ ചന്തിന്റെ അവിടെ എത്തും. അപ്പൊ ഇത്രയധികം നീളമുള്ള, ഇത്രയധികം ആയിരക്കണക്കിന് കെട്ടുമുടികൾ ഒരാളടുത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാണ് പൊട്ടിമുളക്കുക ചെയ്യാ. ഇതൊരു വലിയ സംഭവല്ലേ? ഇത് ജനങ്ങൾ അറിയില്ലേ? ഇത് ലോകം അറിയില്ലേ? ഇത് കൈമാറിപ്പോന്ന അത് എത്ര ആളുകൾ അത് അറിയുകയും ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തുകയും ആവേശത്തോടുകൂടി അത് കാണാൻ വേണ്ടി പോവുക ചെയ്യൂലേ? പെട്ടെന്ന് UAE ഒരു പൗരൻ എഴുന്നേറ്റിട്ട് പറയാ, ഈ പനങ്കര പോലുള്ള വലിയ അലാക്കിന്റെ വലിയ മുടിക്കെട്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇപ്പോ പറയാണ്, ഒരു മുടി എടുത്തിട്ട് പറയാം, ദാ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. ഞാനിപ്പോ നിങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ദാ റസൂലുള്ളാഹിന്റെ മുടി, എന്നാ കൊണ്ടേക്കോളി പരിഹരിക്കും പറഞ്ഞാൽ നിങ്ങൾ വണ്ടി വരിക. അതെങ്ങനെ കിട്ടി ഉസ്താദ് എന്ന് ചോദിക്കൂലേ? അത് കിതാബ് ഓതിയോനും ചോദിക്കും, ഓതാത്തോനും ചോദിക്കും. അപ്പൊ അത് എവിടുന്ന് കിട്ടി, അയാൾക്ക് എവിടുന്ന് കിട്ടി? അത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, അത് വസ്തുതാപരമായ ഒരു ചോദ്യമാണ്. ഇനി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനുള്ള ഖുസൂസിയത്തുകളുണ്ട്. തീയിലിട്ട കത്തൂല പോലുള്ള ഒരുപാട് പ്രത്യേകതകൾ, അല്ലെങ്കിൽ നേലുണ്ടാവൂല പോലുള്ള പ്രത്യേകതകൾ നമ്മളൊന്നും മുടിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു മുടി എടുത്തിട്ട് ഇത് നബിയുടെ, ഒരു കേസ് എടുത്തിട്ട് ഇത് നബിയുടേതാന്ന് പറയുമ്പോ നിങ്ങൾ എന്നോട് പറയാം, എന്നാ അതൊന്ന് നേലുണ്ടോ നോക്കട്ടെ ചോദിക്കൂലേ? അല്ലെങ്കിൽ കത്തോ നോക്കട്ടെ? വെറുതെ വാരി വിഴുങ്ങല. നബിയിലേക്ക് ഒരു കാര്യം ചേർത്തി പറയണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ തെളിവുകൾ വേണം. ആ സമയത്ത് ഇത് കൊണ്ടുവന്ന AP വിഭാഗത്തിന് ഈ ചോദ്യം വളരെ പ്രയാസം ഉണ്ടാക്കി. അവർക്ക് ഇതിന്റെ രേഖ പറയാൻ കഴിയുന്നില്ല, ഇതിന്റെ തെളിവ് പറയാൻ കഴിയുന്നില്ല, ഇത് ബോംബെയിൽ എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നതൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ ഈ നജീബ് മൗലവി പ്രത്യക്ഷപ്പെട്ടു. നജീബ് മൗലവി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ആര് വേണം, സനത് വേണമെന്ന്. ഇവിടുന്ന് നബിന്റെ മുടി ഇട്ടാ കത്തൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ, നബിന്റെ മുടി വീണാ കത്തൂല എന്നേ ചില കിതാബിലുള്ളൂ, ഇട്ടാ കത്തൂല എന്നെവിടെയുള്ളത്? അപ്പൊ വീണാ കത്തൂല, തീയിലേക്ക് വീണാൽ കത്തൂല, പക്ഷേ ഇട്ടാൽ കത്തൂല എന്ന് പറയാൻ പറ്റൂല. ഇടുമ്പോൾ തന്നെയല്ലേ മൗലവി വീഴല്? മുടി തീയിലേക്ക് ഇടുമ്പോ പിന്നെ അത് പാറല. ഇയാളെ വിചാരം മുടി തീയിലേക്ക് ഇട്ട പാറേക്കാരെന്ന. വീണാൽ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് സൂറത്തുണ്ട്. ഇപ്പൊ അങ്ങനെ ഈ ഫാൻ ഇങ്ങനെ അടിച്ചപ്പോ ഇവിടെ ഫാൻ പുതിയതായിട്ട് ഓണായി, അപ്പൊ ആ മുടിയാണ് പാറി, തീയിലേക്കാണ് വീട്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്നാണ് മുടിച്ചു, അപ്പൊ തീയിലേക്ക് വീണു. മുടിച്ചാൽ കത്തും. അതേ സമയത്ത് ഫാനിന്റെ കാറ്റിന് പാറി ചെന്നുകാണ്ട് വീണാലോ കത്തൂല. എന്ത് പരിപാടിയാ? ഇങ്ങനെ AP ഭാഗത്തിൽ നിന്ന് എന്തോ അച്ചാരം വാങ്ങി പ്രവർത്തിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം, കോഴിക്കോടുള്ള പ്രസംഗം. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാവില്ല. ലം യകുൽ ലഹു ദില്ലുൻ അസ്ലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ നേലുണ്ടായിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശറഹുൽ ഹംസിയിൽ രേഖപ്പെടുത്തി. അപ്പൊ ഇയാള് പറഞ്ഞു കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടായതാണ്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇയാള് പറയാണ്, അത് ഇതാ മശാഫി ശംസി വൽ ഖമരി, സൂര്യന്റെയും ചന്ദ്രന്റെയും ആ സൂര്യവെയിലും ചന്ദ്രന്റെ നിലാവിലും നടക്കുമ്പോൾ നേരുണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തപ്പോ നേരുണ്ടാവില്ല എന്നല്ല. ഇത് ഈ നജീബ് മൗലവി പ്രസംഗിച്ചതാ. സൂര്യന്റെ വെയിലത്തും ചന്ദ്രന്റെ നിലാവിലും നടക്കുമ്പോ നേരുണ്ടാവില്ല. അപ്പൊ ഇനി റസൂലുള്ളാഹി ഓടുമ്പോഴോ? ഖദീജ ബീവിന്റെ കൂട്ടത്തിലൊക്കെ ഓടിയിട്ടുണ്ടല്ലോ. അല്ല, ഖദീജ ബീവി അല്ല, ആയിഷ ബീവിയുടെ കൂട്ടത്തിൽ ഓടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഓടുന്ന സമയത്താണെങ്കിൽ നേലുണ്ടാവും, കാരണം നടക്കുമ്പോ നേലുണ്ടാവില്ല എന്നല്ലേ. അപ്പൊ ഓടുന്ന സമയത്ത് നേലുണ്ടാവും. ഇയാള് പറയാ, ഇയാളുടെ പറഞ്ഞതിന്റെ ധന്യതാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ലം യകുൽ ലഹു ദില്ലുൻ അസ്ലാ. ഈ ഇമാമിയങ്ങളുടെ ഈ ഉദ്ധരണിയെ ഇദ്ദേഹം മറച്ചു വെച്ചതാണോ അതോ അറിയാത്തതാണോ? എന്തിനു മറച്ചു വെച്ചു? അല്ലെങ്കിൽ എന്തുകൊണ്ട് അറിയാതെ പോയി? കാണാത്തത് കൊണ്ടാണോ? കേൾക്കാത്തത് കൊണ്ടാണോ?
മഹാന്മാരുടെ ഉദ്ധരണിയെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണോ? നേർക്കുനേരെ ഹദീസിലാണ്ട് പോയിട്ട് ഗവേഷണം ചെയ്തിട്ട് എന്നിട്ട് ആ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി പ്രസംഗിച്ചു. സമസ്തനെ എങ്ങനെയെങ്കിലും ഒന്ന് അടിക്കണം. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സനത് വേണ്ട, സനതൊന്നും വേണ്ട, മുടിയാണെന്ന് റസൂലുള്ളാഹി എന്ന് തെളിയിക്കൊന്നും വേണ്ട. ഇദ്ദേഹം കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചു. അപ്പൊ നമ്മളെ പ്രവർത്തകരുണ്ടോ? നമ്മളെ പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരപ്പനങ്ങാടി പ്രസംഗത്തിന്റെ ഓഡിയോ, ആ ഓഡിയോ മലപ്പുറത്ത് വെച്ചുകൊണ്ട് പുറത്തുവിട്ടു. ആ ഓഡിയോ ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. ആരവിടെ ഉള്ള? നമ്മൾ ബഷീറിനെ വാണി ഓഡിയോ കേൾപ്പിച്ചു തരാം. ഓഡിയോ, ആ ഓഡിയോയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലത്ത് ഹസ്രത്ത് ബാൽ പള്ളിയിൽ, അതുപോലെ തന്നെ വേലൂർ ലത്തീഫിയ മദ്രസയിൽ, പ്രസിദ്ധമായ ഡൽഹി ജുമാ മസ്ജിദിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മുടികൾക്കൊക്കെ വ്യക്തമായ സനദുകളുണ്ട്. സനദില്ലാത്ത മുടികളെ വിശ്വാസികളും വിവരമുള്ളവരും അംഗീകരിക്കുകയില്ല, അതിനവര് പരിഗണിക്കുകയില്ല എന്ന് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് നിങ്ങളല്ലേ പ്രസംഗിച്ചത്? സനദില്ലാതെ, രേഖയില്ലാതെ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റേതാണെന്ന് തെളിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമ്പോഴത്തിന് വിവരമുള്ളവരും വിശ്വാസമുള്ളവരും അത് അംഗീകരിക്കില്ല എന്ന് നിങ്ങളല്ലേ പരപ്പനങ്ങാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത്? ഇപ്പൊ നിങ്ങൾ എന്താ പറയണത്? അതൊന്നും വേണ്ട. അതിലാണ് കുടുങ്ങിയതാ. കേൾക്കൂല. പറയുന്നുണ്ട്, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് കേശങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അതിനൊക്കെ വ്യക്തമായ രേഖകളുണ്ട്. സനദില്ലാതെ, രേഖയില്ലാതെ ആ മുടികളെ ഒരു വിശ്വാസിയോ വിവരമുള്ളവനോ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പരപ്പനങ്ങാടിയിൽ പ്രസംഗിച്ചില്ലേ? ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങളത് മാറ്റി പറഞ്ഞു? എന്താണത് മാറ്റിപ്പറയാൻ നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്താണ്? അതിന്റെ പ്രേരകം എന്താണ്? നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് മലപ്പുറത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രഭാഷകന്മാര് ചോദിച്ചപ്പോ ആണ് കുടുങ്ങി. പഴയത് മറന്ന് പുതിയത് എടുക്കുമ്പോ കുടുങ്ങൂലേ? പിന്നെ മാത്രമല്ല, ഈ ഹസ്റജിന്റെ അടുത്തുള്ള മുടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ പനങ്കൊലന്റെ മാതിരിക്കത്ത വലിയ നീളമുള്ള ചന്തി വരെ മുട്ടുന്ന മുടിയാ. അത്ര വലിയ മുടി എങ്ങനെ റസൂലുള്ളാഹിക്ക് ഉണ്ടായത്? അപ്പൊ ഇദ്ദേഹം പറയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സമയത്ത് 4 മൊടഞ്ഞ മുടികൾ ഉണ്ടായിരുന്നു. അപ്പൊ 4 മൊടഞ്ഞ മുടികൾ ഉണ്ടാവുമ്പോ അത് അത്രയും നീളം ഉണ്ടാവാമല്ലോ. എന്നാ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ ഓയത്ത്, ഇത് മഹാന്മാർ ഇമാം ബാജൂരി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മാക്സിമം ഈ ചുമലുമ്മ തട്ടുന്ന വിധത്തിലാ. അതിന്റെ അപ്പുറത്തേക്ക് അത് ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങാതിരിക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി അവിടുത്തെ ജവാഹിറുൽ ബിഹാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങാതിരിക്കാനുള്ള കാരണം ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അതിനപ്പുറം നീളൂല, വെട്ടിയിട്ടില്ലെങ്കിലും നീളൂല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഹജ്ജത്തുൽ വദാഇന്റെ അന്നും അതുപോലെ തന്നെ ഉംറയുടെ സന്ദർഭത്തിലും തഹല്ലുലാവാൻ വേണ്ടി മുടി മുണ്ടനം ചെയ്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഖസ്സിറു, നബി തങ്ങൾ മുടി വെട്ടാറുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയാണ്, അന്ന് AP ഭാഗം പറഞ്ഞു, റഹ്മത്തുള്ള കാസിമിയെയും അതുപോലെ നമ്മുടെ ബഹാവുദ്ദീൻ കുരിയാടിനെയും അവിടെ കിട്ടോ? ആ സനദ് ഒന്ന് ഇട്ടാനി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ് വെല്ലൂരിലെ ലത്തീഫിയ മദ്രസ. സ്വഹാബാക്കളൊക്കെ അത് കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂടി സംഘട്ടനം നടന്നു. സ്വഹാബാക്കൾക്കൊക്കെ അത് കിട്ടി. അത് കിട്ടിയത് സുന്ദരമായി സനദ് വെച്ച് അതിന്റെ അവലംബം വെച്ചുകൊണ്ടാണ് ഈ മുടികൾ സൂക്ഷിച്ചു വരുന്ന എല്ലാ വിശ്വസ്ത കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചു വരുന്നത്. ഹസ്രത്ത് ബാൽ മസ്ജിദ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നെഹ്റുവിന്റെ കാലത്തൊക്കെ കുഴപ്പമുണ്ടാകുന്ന ബാൽ മുടീന റസൂലുള്ളാഹിന്റെ കേശെന്ന വാക്കിന്റെ അർത്ഥം ഹസ്രത്ത് ബാൽ മസ്ജിദ്.
അള്ളാന്റെ റസൂലിന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. വെല്ലൂരിലെ ലത്തീഫിയ മദ്രസ അഷ്റഫുൽ ഖൽഖിന്റെ തിരുമുടി സൂക്ഷിച്ച സ്ഥലമാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ ജുമാ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. ആദരവായ നബി തങ്ങളുടെ മുടി സൂക്ഷിച്ച സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന്റെ വ്യക്തമായ അവലംബങ്ങളോടുകൂടെ എങ്ങനെ കിട്ടിയെന്ന് പരമ്പര മുറിയാതെ സനത് വെച്ചിട്ടാ സൂക്ഷിക്കുക. അല്ലാത്തത് വിശ്വാസികൾ കണക്കിലെടുക്കൂല, വിവരമുള്ളവർ കണക്കിലെടുക്കൂല. അള്ളാന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾ, എന്ത് ശേഷിപ്പുകൾ ഉണ്ടെങ്കിലും ആ തിരുശേഷിപ്പുകൾ എവിടെ നിന്ന് കിട്ടി, ആരിലൂടെ കിട്ടി, എങ്ങനെ കൈവന്നു, ഇവിടെ എവിടെ വരെ എത്തി, എവിടുന്ന് കിട്ടി, ആരിലൂടെ കിട്ടി, എങ്ങനെ ഇവിടെ എത്തി എന്ന് വ്യക്തമായ രേഖയില്ലാതെ വിവരമുള്ളവർ അംഗീകരിക്കൂല, വിശ്വാസികൾ അംഗീകരിക്കൂല, വിവരമുള്ളവർ കണക്കിലെടുക്കൂല, വിശ്വാസികൾ കണക്കിലെടുക്കൂല എന്ന് നിങ്ങൾ തന്നെയല്ലേ പരപ്പനങ്ങാടിയിൽ പ്രസംഗിച്ചത്. പിന്നെ കാന്തപുരം കൊടുന്ന മുടിയെപ്പറ്റി നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പുതിയ ഒരു വാദവുമായിട്ട് കടന്നു വരികയല്ലേ എന്ന് മലപ്പുറത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയതാ. അന്നത്തെ ദേശീയാണ് ഇപ്പൊ തീർക്കുന്നത്. അന്ന് ഉത്തരം മുട്ടിയ ദേശീയപ്പ തീർക്കുന്നത് മാത്രമല്ല, ആ ചന്തിയോളം നീളം വരുന്ന ആ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഫതുഹുൽ ബാരിയുടെ ഇബാറത്ത് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം വായിച്ചു. എന്താ പറഞ്ഞറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചിലപ്പോ മുടി മുടഞ്ഞു വെക്കാറുണ്ടായിരുന്നു എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോ ആ മുടി ഇത്രയും നീളുണ്ടാവാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ മാക്സിമം ചുമലിന്റെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് ഇമാമിമാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ യൂസുഫുൽ നബ്ഹാനി അവിടുത്തെ ജവാഹിറുൽ ബിഹാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനപ്പുറം എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുടി നീണ്ടില്ല? ഒന്നുകിൽ റസൂലുള്ളാഹിന്റെ മുടി അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, അവിടുന്ന് അപ്പുറം നീളാറില്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെട്ടി ചെറുതാക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് എ പി വിഭാഗം പറഞ്ഞൊരു വാദമുണ്ട്, അവരുടെ സിറാജിൽ എഴുതിയ ഒരു വാദമുണ്ട്. ഞാൻ ആ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അവരെന്ന് പറഞ്ഞത് എന്താണ്? നാസർ ഫൈസി കൂടത്തായെയും അതുപോലെ റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടത്തിനെയും ഉസ്താദ് ബഹാവുദ്ദീൻ കുരിയാട് ഉസ്താദിനെയും, വേറൊരു ഉസ്താദ് ഉണ്ടല്ലോ ഏതറിയില്ല, ഈ 4 ആൾക്കാരും കൂടി റൂമിൽ അടച്ചിട്ടു. എന്നിട്ട് 6 കൊല്ലം അവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ അവരുടെ കയ്യിൽ കത്രിക കൊടുത്തില്ല, ബ്ലേഡും കൊടുത്തില്ല. 6 കൊല്ലം അവരെ റൂമിൽ അടച്ചിട്ടാൽ അവരുടെ തലമുടി എത്ര നീണ്ടിട്ടുണ്ടാകും? അത്രയും നീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയതിനു ശേഷം 6 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി ചെറുതാക്കിയിട്ടില്ല. അതുകൊണ്ട് ബഹാവുദ്ദീൻ കൂരിയാടിന്റെ മുടി എത്ര നീളും? റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ മുടി എത്ര നീളും? നാസർ ഫൈസി കൂടത്തായുടെ മുടി എത്ര നീളും? വേറൊരാളെ പേരും കൂടി പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മട്ടില്ല. ഇവരുടെയൊക്കെ മുടി അമീദ് വൈസി ആയിരിക്കും, അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിന്റെ മുടി എത്ര നീളും? അത്ര നീളം റസൂലുള്ളാഹിന്റെ മുടി നീണ്ടിരുന്നു. അത് ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന്. നബി 6 കൊല്ലം മുടിമ ഒന്നും കാട്ടിയിട്ടില്ല. പക്ഷേ ഫതാവൽ കുബറയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബിയുടെയും സഹാബത്തിന്റെയും സ്വഭാവം മുടിവെട്ടി ചെറുതാക്കലായിരുന്നു എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഫതാവൽ കുബറയിൽ രേഖപ്പെടുത്തിയത് പോലും കാണാതെ, മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഹംസയിൽ പറഞ്ഞത് കാണാതെ, അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്രാഹിം അൽ ബാജൂരി അവിടുത്തെ ഹാസിയത്തുൽ ശമാഇലിൽ പറഞ്ഞത് കാണാതെ, ഇതൊന്നും നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർച്ചയായ 6 വർഷം മുടിമ ഒരു തരത്തിലുള്ള അതിനെ നന്നാക്കലോ അതിനെ വെട്ടി ചെറുതാക്കലോ ചെയ്തിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടോ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അന്ന് നിങ്ങൾ കാന്തപുരം കൊണ്ടുവന്ന മുടിയെ ന്യായീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചത് എന്തിനാ? സമസ്തനൊന്ന് എതിർക്കണം, സമസ്തനെ എങ്ങനെങ്കിലും ഒന്ന് എതിർക്കണം. നിങ്ങൾ നോക്കണം, അന്ന് SKSSF ഒരുപാട് സംഘടനകളുമൊക്കെ ആ മുടി എതിർത്തു. പക്ഷെ സമസ്ത അതിന്റെ ഔദ്യോഗികമായ മുശാവറ തീരുമാനം പറഞ്ഞിരുന്നില്ല. സമസ്ത അതിന്റെ ഔദ്യോഗികമായ മുശാവറ പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനം പറഞ്ഞത്. ആ തീരുമാനം പറഞ്ഞപ്പോ സമസ്ത പറഞ്ഞു, എന്താ പറഞ്ഞത് അറിയോ? സമസ്ത പറഞ്ഞു, ഇത് ഈ മുടിയുടെ അടിസ്ഥാനം തെളിയുന്നത് വരെ ആരും വഞ്ചിതരാവരുത് എന്ന് പറഞ്ഞു.
ഇത്രേ പറഞ്ഞോളൂ. സമസ്ത വളരെ സൂക്ഷ്മതയോടുകൂടിയാ പറഞ്ഞത്. ഇനി AP കൊടുന്നെന്ന് വിചാരിച്ചു കാണ്ട് അങ്ങനെ രൂക്ഷമായ ഭാഷയിലൊന്നും പറഞ്ഞില്ല. സമസ്ത പറഞ്ഞു, നിങ്ങള് പിന്നെ അതിന്റെ അടിസ്ഥാനം ബോധ്യമാകുന്നത് വരെ ആരും വഞ്ചിതരാവണ്ട. ആ പ്രസ്താവന ഇയാൾ കളിയാക്കി. സമസ്തക്കാർക്ക് ഒന്നും തിരിയില്ല. ഷാഫി ഇമാമിന്റെ കിതാബ് തിരിയില്ല, ഷാഫി മദ്ഹബിലെ കിതാബ് തിരിയില്ല. കാരണം അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾ പറയാ, കോഴിക്കോട് പ്രസംഗിച്ചപ്പോ പറയാ, എന്താ പറഞ്ഞറിയോ? അടിസ്ഥാനം തെളിയുന്നത് വരെ വഞ്ചിതരാവണ്ടെന്നല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അടിസ്ഥാനം തെളിഞ്ഞാ പിന്നെ നിങ്ങൾ വഞ്ചിതരായിക്കോളി എന്നല്ലേ. അപ്പൊ വഞ്ചിതരാവാൻ വേണ്ടി അടിസ്ഥാനം തെളിഞ്ഞാ വഞ്ചിതരായിക്കോളി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അടിസ്ഥാനം തെളിഞ്ഞ വഞ്ചിതരായിക്കോളി, ചതിയിലായി അകപ്പെട്ടോളി എന്നെങ്ങനെ ഒരു മുഷാവറ തീരുമാനിക്കുമോ എന്നാണ് ചോദിച്ചത്. ഇത്ര കഥല്ലാത്തോലാണോ നിങ്ങളെ മുഷാവറ? ഇദ്ദേഹം ചോദിച്ചതാ. പക്ഷെ അന്ന് നമ്മൾ മറുപടി കൊടുത്തു, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത എത്രയോ പ്രയോഗങ്ങള് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഇമാമിയങ്ങളെ വാക്കുകളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു മനിസ്തബ്റ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അൻ സിയാദ് ബിൻ അലാഖത ഖാല സമീഅതു ജരീർ ബിൻ അബ്ദില്ലാഹി യഖൂലു യൗമ മാതൽ മുഗീറത്ത് ബിൻ ശുഅബ. മുഗീറത്ത് ബിൻ ശുഅബ വഫാത്തായ ദിവസത്തിൽ ജരീർ ബിൻ അബ്ദുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറയാ സിയാദ് എന്നവര്. എന്താ? ഖാമ ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുക്ക് സ്തുതികീർത്തനം നടത്തിക്കൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പറയാ, വഖാല അലൈക്കും ബിത്തിഖാഇല്ലാഹി വഹദാ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. ലാ ശരീക ലഹു. നിങ്ങൾ അല്ലാഹുവിന് യാതൊരു കൂട്ടുകാരനുമില്ല. വൽ വഖാരി വസ്സകീനത്തി. അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിങ്ങൾ ജീവിച്ചു കൊള്ളുക. നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുക, നിങ്ങൾ അടക്കത്തോടുകൂടി ജീവിക്കുക, ഒതുക്കത്തോടുകൂടി ജീവിക്കുക. ഹത്താ യഅതിയകും അമീർ. നിങ്ങൾക്കൊരു നേതാവ് വരുന്നത് വരെ, ഒരു നേതാവ് വരുന്നത് വരെ നിങ്ങൾ തഖ്വയിൽ ജീവിക്കുക. അതിന്റെ അർത്ഥം എന്താ? നേതാവ് വന്നാല് പിന്നെ തഖ്വ വേണ്ടാന്നാണോ? നേതാവ് വന്നാൽ തഖ്വ വേണ്ടാന്ന് അതിന്റെ അർത്ഥം? നേതാവ് വന്നാൽ ഏതായാലും തഖ്വ വേണ്ടാന്നല്ലേ? അത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യല്ലേ? അപ്പോ ഒരു വാചകത്തിന് എതിർഗ്രാഹ്യാർത്ഥം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അനുകൂല അർത്ഥം അവിടെ ഇല്ലാതിരിക്കണം എന്ന നിയമം പോലും അറിയാതെ കോഴിക്കോട് വെച്ചുകൊണ്ട് സമസ്തയുടെ മുഷാവറയെ കളിയാക്കി. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയുടെ 1-ാം വോളിയം 139-ാമത്തെ പേജിൽ പറയാ, വശർതു ഇത്തിബാരി മഫ്ഹൂമിൽ മുഖാലഫത്തി അല്ലാ യുആരിദഹു മഫ്ഹൂമുൽ മുവാഫഖ. നേതാവ് വരുന്നത് വരെ നിങ്ങൾ തഖ്വയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നേതാവ് വന്നാലും അങ്ങനെ തന്നെ ജീവിക്കണം എന്നാ. അല്ലാതെ നേതാവ് വന്നാ പിന്നെ നിങ്ങളൊക്കെ കല്ലുടിച്ചാൻ പോയിക്കോളി എന്നാണോ? അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുവോ? അപ്പൊ മഫ്ഹൂമു മുവാഫഖ ഉള്ളിടത്ത് പിന്നെ മഫ്ഹൂമു മുഖാലഫയില്ല. ഞാൻ കുറച്ച് അറബിയും കൂടി കൂട്ടുന്നത് എന്തിനാ അറിയോ? അത് തിരിയേണ്ടവർക്ക് തിരിയാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾ നോക്കണം, ആ മുടി പ്രശ്നം വന്ന സമയത്ത് സനദ് വേണം എന്ന് പ്രസംഗിച്ച ആള് അന്ന് സനദ് വേണ്ട എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചന്തി വരെ നീളമുള്ളതായിരുന്നു എന്നുള്ളതിന് അനുകൂലമായി സംസാരിച്ചു. സമസ്തയുടെ ആ വളരെ ദീർഘതീർക്കോടുകൂടി സൂക്ഷ്മമായ ആ ഒരു പ്രസ്താവനയെപ്പോലും അന്തം ഇല്ലാത്ത പ്രസ്താവനയായിട്ട് ഇദ്ദേഹം പരിഹസിച്ചു. ഇതൊക്കെ നമ്മൾ കാണണല്ലേ. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ നോക്കൂ, ഞാൻ ഒരിക്കലും ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, പക്ഷെ ഇപ്പത്തെ ഈ ശ്രമം എന്ന് പറയുന്നത് ഇത് സദുദ്ദേശപരമല്ല. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വക്താവ് എന്ന നിലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പര ഒരിക്കലും തന്നെ നസീഹത്തല്ല, ഈ ഉമ്മത്തിനുള്ള സദുപദേശം എന്ന നിലക്കല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മോഹഭംഗമാണ്, ഇത് തികഞ്ഞ അസൂയയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ 90-ാം വാർഷികം ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് 90-ാം വാർഷികം നടന്നു. ആ വാർഷിക സമാപന സമ്മേളനത്തിന് നഗരി എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നത്? ആ കിലോമീറ്റർ മുഴുവൻ നഗരിയിൽ ലക്ഷോപലക്ഷം അല്ലേ അണിനിരന്നത്? ഇത് മലപ്പുറം ജില്ലയിലൊന്നും അല്ലല്ലോ, അങ്ങ് തെക്ക് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ എന്ന് പറയുന്ന ആ ടൗൺ വളരെ കുടുങ്ങിയ ഒരു കുടുസായ ടൗണാണ്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കലക്ടർമാരൊക്കെ ഭയപ്പെട്ടിരുന്നു. ഇത്ര വലിയൊരു സമ്മേളനം നടന്നാൽ ഈ ടൗണാകെ ഗതാഗത കുരുക്കുകൊണ്ടാകെ പ്രശ്നമാകുമല്ലോ.
പക്ഷേ അച്ചടക്കമുള്ള സമസ്തയുടെ ആ സമ്മേളനം കഴിഞ്ഞപ്പോ കലക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ മേധാവിമാർ, ഡിപ്പാർട്ട്മെന്റിന്റെ നായകന്മാർ അവരെല്ലാവരും പ്രശംസിക്കുകയാണ്. ഇത്ര അച്ചടക്കമുള്ള ഒരു ടീം, ഇത്ര ആത്മാർത്ഥതയും മതബോധവുമുള്ള ഒരു വിഭാഗം, ഇത് ആലപ്പുഴയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണല്ലോ എന്ന് അവർ അഭിപ്രായപ്പെടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മലപ്പുറത്ത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന, അല്ലെങ്കിൽ നവംബറിലോ ഡിസംബറിലോ നടന്ന ശരീഅത്ത് സംരക്ഷണ റാലി, ആ ശരീഅത്ത് സംരക്ഷണ റാലി മലപ്പുറത്തുള്ള വിശാലമായ ആ തെരുവീതിയെ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് പരാവാരം കണക്കെ മനുഷ്യന്മാർ, സമസ്തയുടെ അനുയായികൾ, സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികൾ ഒഴുകുന്നത് കണ്ടപ്പോ, ഇതൊക്കെ കണ്ടപ്പോ ഇവർക്കൊക്കെ മോഹഭംഗം വരികയാണ്. നമുക്കൊന്നും ഇങ്ങനെ കഴിയണില്ലല്ലോ, എന്താ ചെയ്യാ? നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ ഇത് സമസ്ത പറഞ്ഞുകാണ്ട് ഓരോ മഹലിലും ഇങ്ങോട്ട് പിടിച്ചു വലിക്കല്ല. മഹല്ലത്തുകാര് തീരുമാനിക്കാണ്, മദ്രസക്കാര് തീരുമാനിക്കാണ്, ചെറുപ്പക്കാര് തീരുമാനിക്കാണ്, സമൂഹം തീരുമാനിക്കാണ്, സമുദായം തീരുമാനിക്കാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ, നമ്മുടെ കാര്യങ്ങളുടെ നായകത്വം വഹിക്കേണ്ടത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് നാട്ടുകാർ തീരുമാനിക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ ഈ ബിദഈ പ്രസ്ഥാനക്കാരും കള്ളത്വരീക്കത്തുകാരൊക്കെ ഒരു തന്ത്രം പയറ്റാറുണ്ട്. ബിദഅത്തുകാരെന്താ, അവരുടെ ഖണ്ഡന പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അവരുടെ ഖണ്ഡന പ്രസംഗത്തിൽ അവർ പറയും, ഉലമാക്കളെ പ്രതി നിർത്തിക്കൊണ്ടാ സംസാരിക്കുക, നാട്ടേര് അവരാൾക്കാരായിട്ടും ഉലമാക്കന്മാര് മുശ്രിക്കീങ്ങളായിട്ടാണ് സംസാരിക്കുക. മൗലവിമാര് ജനങ്ങളോട് അവർ, ജനങ്ങളെ നിങ്ങൾ പള്ളിക്കത്ത് ഉസ്താദിനോട് ചോദിച്ചു നോക്കി. അങ്ങനെ ജനങ്ങളെ ഒരു പൊതുസമൂഹമാക്കിയിട്ട് ഉസ്താദുമാരെയും ഉലമാക്കളെയും എതിർചേരിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണ ഖണ്ഡന തന്ത്രമാണ് ഇവിടുത്തെ ബിദ്അത്തുകാർക്കുള്ളത്. അതേ തന്ത്രം തന്നെയാണ് ഈ കള്ളത്വരീക്കത്തുകാരും ഇവിടെ പയറ്റിയിട്ടുള്ളത്. ഇന്ന് അതേ തന്ത്രം ഇപ്പൊ എപിക്കാര് പറയാൻ തുടങ്ങിയിരുന്നു കുറച്ചു മുമ്പ്. നാട്ടേര മദ്രസയിൽ സമസ്തക്ക് എന്താ കാര്യം? മദ്രസ നാട്ടേരതല്ലേ? സമസ്ത എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള 40 ആളുകളല്ലേ? ഇവര് പറയുന്നേട്ടാ തോന്നും സമസ്ത ഒരു 40 ആൾക്കാർ, ഈ നാട്ടേരും സമസ്ത തമ്മിൽ ബന്ധമല്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇപ്പൊ കൊടക്കാട് കഴിഞ്ഞ ഈ മാസം കൊടക്കാട് മദ്രസ ഹൈക്കോടതി നമുക്ക് തുറന്നു തന്നു. 2-3 മാസമായിട്ട് അവിടെ മദ്രസ പൂട്ടിക്കിടക്കായിരുന്നു. മണ്ണാർക്കാടിനടുത്തുള്ള കൊടക്കാട് ഹൈക്കോടതി അത് നമുക്ക് തുറന്നു തന്നു. അവിടെ എപിക്കാര് പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു. ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് ചോദിച്ചു, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തിക്കോളൂ, ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവർ നടത്തിക്കോട്ടെ മദ്രസ. എപിക്കാര് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പറ്റൂല. അങ്ങനെ ഹൈക്കോടതി വിധിച്ചു അത് സമസ്തക്കായിരിക്കണം ആ മദ്രസ. എന്തുകൊണ്ട് ഹൈക്കോടതി വിധിച്ചു? ആ നാട്ടുകാരുടെ അഭിപ്രായമാണ് ഹൈക്കോടതി വിധിച്ചത്, അല്ലാതെ നാട്ടുകാർക്ക് ഇത് അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. പിന്നെ കോഴിക്കോടുള്ള 40 ആളുകളുടെ അഭിപ്രായം പിന്നെ ഹൈക്കോടതി കണ്ടുന്നോ? നാട്ടുകാരൊന്ന് വേറെ, സമസ്തൊന്ന് വേറെ എന്ന് പറഞ്ഞു കണ്ട് ഇവിടുത്തെ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ പണ്ഡിതന്മാരിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി പണ്ട് കാലം മുതൽക്കേ ഇവിടെ ബിദ്അത്തുകാരുടെ ഒരു തന്ത്രമുണ്ട്. കള്ളത്വരീക്കത്തുകാരും ആ തന്ത്രം പയറ്റാറുണ്ട്, അതുപോലെ വിഘടിതക്കാരും ആ തന്ത്രം പയറ്റാറുണ്ട്. ഇന്നിപ്പോ സംസ്ഥാനയുടെ ആളുകളും ആ തന്ത്രം പയറ്റുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പിന്നെ മദ്രസ ഉസ്താദുമാരെ അവിടെ ജോലി തെറിപ്പിക്കാണ്, അവരെ ഭരിക്കാണ്, മഹല്ലുകളും മദ്രസകളൊക്കെ ഭരിക്കാണ്. നിങ്ങൾ നോക്കുന്നത് വളരെ തെറ്റായ പരാമർശങ്ങളാണ്. ഒരു പക്ഷേ നിഷ്പക്ഷമായിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാൽ നിങ്ങൾ നോക്കൂ, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ്, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ്, ആ വിദ്യാഭ്യാസ ബോർഡിൽ ഒരു മദ്രസ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? അതിന് വ്യക്തമായ ഫോമുണ്ട്. ആ ഫോമിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, ഞങ്ങൾ ഈ സ്ഥാപിച്ച ഈ മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫോം ഒപ്പിട്ട് കൊടുക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങളെ മദ്രസ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 4 വർഷം മുമ്പ് പെരിന്തൽമണ്ണക്ക് അടുത്തുള്ള ഒരു മഹല്ലിൽ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ, അവിടെ ഒരു മദ്രസ തുടങ്ങി. അവിടെ പള്ളിയോടനുബന്ധിച്ച് കുറച്ചും കൂടി ഒരു ബിൽഡിംഗ് എടുത്തിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാർ ഒരു മദ്രസ തുടങ്ങി. മദ്രസ തുടങ്ങിയപ്പോ ആ നാട്ടുകാര്, പള്ളിക്കത്തെ ഉസ്താദി എന്ന നിലയ്ക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങളെ മദ്രസ സമസ്ത അംഗീകരിക്കാൻ എന്താ ചെയ്യേണ്ടത്? സമസ്തയുടെ മുഫത്തിഷുമാരോ സമസ്തയുടെ ഉസ്താദുമാരോ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജറോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ല, ഇവിടെ ഒരു മദ്രസ കയറ്റിയിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാണോ? അല്ല, മറിച്ച് അങ്ങോട്ട് ചെന്ന് ചോദിച്ചതാണ്, അങ്ങോട്ട് ചെന്ന് അപേക്ഷിച്ചതാണ്. അപ്പൊ ആ അപേക്ഷയിൽ വളരെ വ്യക്തമായി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഒപ്പിട്ട് കൊടുക്കുന്നത്? ഇത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മദ്രസയാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകാരം തരണമെന്നും കൃത്യമായി ഒപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അംഗീകാരം വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തിനാ അങ്ങനെ അംഗീകാരം വാങ്ങുന്നത്? നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിലൊരു മദ്രസ ഉണ്ടാക്കി, ആ മദ്രസയിൽ നമ്മളും ഖുർആനും ഹദീസും പഠിപ്പിച്ചാ പോരെ? അതിനൊരു അധ്യാപകരെ വെച്ചിട്ട് പോരെ? പക്ഷെ അതെന്തുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നില്ല? ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി കുട്ടികളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് തികച്ചും കാലികമായി ഒരു വ്യക്തമായ കരിക്കുലം വെച്ചുകൊണ്ട് ഇവിടെ ശക്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി വ്യവസ്ഥാപിതമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അങ്ങനെ ആ ജനങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയമനിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാം. അപ്പൊ ആ നിയമനിർദ്ദേശത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, ഈ മദ്രസയില് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് മാത്രമേ പഠിപ്പിക്കാവൂ. അതൊരു നിർദ്ദേശം. ആ നിർദ്ദേശം നമ്മൾ കാറ്റിപ്പറത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് MSR എന്ന് പറഞ്ഞാൽ മുഅല്ലിം സർവീസ് രജിസ്ട്രേഷനാണ്. ഒരു മുഅല്ലിമിന്റെ അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടങ്ങളും അദ്ദേഹത്തിന്റെ വേതനവും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ആധികാരികമായ ഒരു രേഖയാണ് MSR എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അത് കുമ്മസാറാണ്. MSR അല്ല, അത് കുമ്മസാറാണ്. MSR കൊടുക്കേണ്ടത് മദ്രസന്റെ ആൾക്കാരാണ്, അത് സമസ്തയല്ല കൊടുക്കേണ്ടത് എന്ന് അയാൾ പറഞ്ഞു. എന്നാ കേട്ടോളൂ, ഈ MSR എന്ന് തുടങ്ങിയതാണെന്നറിയോ? ഇത് സദഖത്തുള്ള ഉസ്താദ് സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആ കാലം മുതൽക്ക് തുടങ്ങിയതാ. സംസ്ഥാനക്കാരെ മനസ്സിലായിക്കോളൂ. പ്രാഥമിക പരിശോധന കഴിഞ്ഞാൽ MSR ബുക്കും കാർഡും അനുവദിക്കുന്നതാണ്. 24/8/1960 ഒന്നാം നമ്പർ MSR അനുവദിച്ചത്. 2008 ഓഗസ്റ്റ് വരെ 81,069 MSR അനുവദിച്ചു. 1960 നിങ്ങളുടെ സദഖത്തുൽ ഉസ്താദ് സമസ്തയിലില്ലേ? ആ കാലം മുതൽക്ക് തുടങ്ങിയതാ MSR എന്ന് പറയുന്നത്. എന്നിട്ട് ആ MSR സംബന്ധിച്ച് കുമ്മസാർ എന്നല്ലേ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്? ഇത് നിങ്ങൾ ആരെയാ ചോദ്യം ചെയ്തത്? നിങ്ങൾ സമസ്തയെ ജനമധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി, സമസ്തക്കെതിരിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടി, സമസ്തക്കെതിരിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെ ഇളക്കിവിടുവാൻ വേണ്ടി നിങ്ങൾ ഘോരഘോരം പ്രസംഗിച്ചപ്പോ, നീട്ടി വഴന്നു പറഞ്ഞപ്പോ, ആയത്തും ഹദീസും ഉദ്ധരിച്ചപ്പോ ഇത് ആരുടെ നെഞ്ചിലേക്കാ ചെന്ന് തറച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചോ? 1960 മുതൽക്കാണ് MSR ആരംഭിച്ചത്. എന്നിട്ട് ആ MSR സമ്പ്രദായത്തെ കുമ്മസാർ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക ഇയാൾ ചെയ്തത്. ഞാൻ നിഷ്പക്ഷമായിട്ട് നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇദ്ദേഹം ഇതൊന്നും നിലയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപക്ഷെ നാട്ടുകാർ ഇത് മനസ്സിലാക്കുന്നില്ല എന്നേ കാര്യം. ഞാൻ നേരത്തെ വായിച്ച ഈ ബുൽബുൽ ദശവാർഷിക പതിപ്പ്, ഇതിന്റെ തന്നെ
മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 1960കളിലുള്ള സമസ്ത മുശാവറ മെമ്പർമാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. 1960കളിലുള്ള സമസ്ത മുശാവറ മെമ്പർമാരെ പറ്റി എന്താ ഈ നജീബ് മൗലവി പറയുന്നത് അറിയോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് തന്റെ ശിഷ്യൻ EK അബൂബക്കർ മുസ്ലിയാരും മാത്രമേ ഈ വിവാദ കാലത്തു ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ ഉച്ചഭാഷ ഉപയോഗിക്കുന്നതിനെ അനുകൂലിക്കുന്നവരായുള്ളൂ. മുശാവറയിലെ ബാക്കിയുള്ളവരെല്ലാം ഇവർ രണ്ടുപേരെ അപേക്ഷിച്ച് ഒരു ദീനീ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിവും ആർജവവും ഉള്ളവരല്ല. ശംസുൽ ഉലമയും കണ്ണിയത്തും അല്ലാത്ത ബാക്കിയുള്ള മുശാവറയുള്ള അന്നത്തെ ഉസ്താദ്മാർ ആരൊക്കെയാണ്? ഒരുപക്ഷെ എനിക്കൊന്നും അറിയില്ലേക്കാരം, ഉസ്താദ്മാർക്ക് അറിയാം. അബ്ദുള്ള ഉസ്താദിനും അതുപോലെ ഇവിടെ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള നിങ്ങൾക്കൊക്കെ അറിയിക്കാരം. കോട്ടുമൽ ഉസ്താദില്ലേ, വലിയ വലിയ മഹാരഥന്മാരായ അഗ്രേസ്യരായ മഹാപണ്ഡിതന്മാർ അക്കാര്യത്തില്ലേ, അവർക്കൊന്നും ഒരു ദീനീ വിഷയത്തില് അഭിപ്രായം പറയാൻ കഴിവും ആർജവും ഉള്ളവരായിരുന്നില്ല. പിന്നെ എങ്ങനത്തോലായിരുന്നു അന്നത്തെ മുശാവറ മെമ്പർമാര്? നിങ്ങൾ പറയണം. അന്നുള്ള മുശാവറ മെമ്പർമാര് ഒരു കഴിവും ആർജവും ഇല്ലാത്തവരായിരുന്നു എന്ന് എഴുതി വെച്ചതാരാ? ഈ സാക്ഷാൽ നജീബ് മൗലവി അദ്ദേഹത്തിന്റെ ബുൽബുൽ ദശവാർഷിക പതിപ്പ് എന്ന പുസ്തകത്തിന്റെ 241 പേജിൽ അന്നത്തെ മുശാവറ മെമ്പർമാരെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എന്താ ഇന്നത്തെ സമസ്ത? അതുകൊണ്ടാണ് അദ്ദേഹം MSR പറ്റി കുമ്മസാർ എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഒരു അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന, നമ്മുടെ സ്കൂളിൽ ഒരു അധ്യാപകന് ഒരു രേഖ ഉണ്ടാവും. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് വ്യക്തമായ ഒരു ആധികാരികമായ ഔദ്യോഗികമായ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. ആ കാർഡ് അവിടുത്തെ സ്കൂളിലെ HM ആയിരിക്കും സൂക്ഷിക്കാം. മേലുദ്യോഗസ്ഥന്മാർ വന്നാൽ അത് പരിശോധിക്കണം. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആ സ്കൂൾ അധ്യാപകൻ ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അധ്യാപനം നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ലക്ഷ്മി നായരെ പുറത്താക്കണോ പുറത്താക്കണ്ടേ എന്നൊക്കെ ചർച്ച ചെയ്യാൻ കാരണം എന്താ? അത് ഗവൺമെന്റ് റൂൾ അനുസരിച്ചാണോ? അല്ലേ? ഒരുപക്ഷെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളായിരിക്കും, സ്കൂൾ ഒരുപക്ഷെ ഗവൺമെന്റ് സ്കൂളായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻഷ്യൽ സ്കൂളായിരിക്കും. എങ്ങനെയായാലും ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന് വ്യക്തമായൊരു റൂളുണ്ട്, വ്യക്തമായൊരു ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം അധ്യാപകരെല്ലാവരും ഏകീകരിക്കുമ്പോൾ മാത്രമേ ആ വിദ്യാഭ്യാസ പദ്ധതി ശാസ്ത്രീയമാകുകയുള്ളൂ, അത് കെട്ടുറപ്പുള്ളതാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് MSR. ഇനി നിങ്ങൾ നോക്കി, ഈ MSR എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് MSRന്റെ അപേക്ഷ? അതിന്റെ അപേക്ഷാ ഫോം നിങ്ങളൊന്ന് കാണണം. MSRന്റെ അപേക്ഷ ഒരു മദ്രസ MSR പരിഷ്കരണ ഫോറം. ഇതിൽ ആരൊക്കെ ഒപ്പിടേണ്ടത്? ഇയാൾ പറയണ MSR ഇത് നാട്ടുകാർ അറിയണില്ല എന്നാ, ഇത് മദ്രസന്റെ കമ്മിറ്റിക്കാരൊന്നും ഇത് അറിയണില്ല എന്നാ. നിങ്ങൾ നോക്കണം, ഈ MSRൽ മുഅല്ലിമിന്റെ പേരും ഒപ്പും വേണം. എന്താണ് ആ മുഅല്ലിം അതില് അപേക്ഷാ ഫോറത്തില്, MSR പരിഷ്കരണ ഫോറത്തിൽ എന്താണ് അദ്ദേഹം അപേക്ഷിക്കുന്നത്? 1925 സ്ഥാപിച്ചു സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1934 കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഞാനെന്ന് സത്യബോധ്യപ്പെടുത്തുകയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മദ്രസ സേവനം ചെയ്യുന്നതാണെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയും എനിക്ക് മുഅല്ലിം സർവീസ് രജിസ്റ്റർ പരിഷ്കരിച്ചു തരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിലെന്താ തെറ്റുള്ളത്? MSR എന്ന് പറയുന്ന ഔദ്യോഗിക രേഖ സമസ്ത തയ്യാറാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കി കൊടുക്കാൻ ഈ പറഞ്ഞ അപേക്ഷാ ഫോമിൽ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എന്താണ് ഇതിൽ അമാന്തത ഉള്ളത്? എന്താണ് കുഴപ്പമുള്ളത്? ഒന്ന് പറയണം. എന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് ഒപ്പിടുന്നത് അറിയോ? ഇത് മദ്രസ കമ്മിറ്റിക്കാരെ അറിയാത്തൊരു സംഭവമല്ല. MSRനെ പറ്റിയൊന്നും നാട്ടുകാരെ കമ്മിറ്റിക്കാരെ ഞങ്ങൾ അറിയണില്ലല്ലോ, ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട് എന്നാ കേട്ടോളൂ. ഇപ്പോൾ ജോലി ചെയ്യുന്ന മദ്രസയുടെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പേരും ഒപ്പും സീലും വെക്കണം, എന്നാലേ കൊടുക്കുള്ളൂ.
പിന്നെ പറയണത് SKSSF ഒപ്പ് എന്നാ. ഇദ്ദേഹത്തിന്റെ ആകെ പരാതി MSR പുതുക്കാൻ SKSSF ഒപ്പ് വേണമെന്ന് പറയുമ്പോ ഈ SKSSFകാരെന്ന് പറഞ്ഞാൽ ഈ ഉസ്താദ് ഷെഡിട്ട് കൊടുത്ത് പഠിപ്പിച്ച കുട്ടിയല്ലേ, ഷെഡിട്ട് കൊടുത്ത് പഠിപ്പിച്ച കുട്ടിയുടെ ഒപ്പ് എങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. നമ്മളെ മദ്രസയിൽ ഉസ്താദ്മാര് ഷെഡിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഷെഡിടാൻ പഠിപ്പിക്കല ഖുർആനും ഹദീസും അതുപോലെ ഫിഖ്ഹും തജ്വീദും താരീഖും ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കല്. ഇവരെ മദ്രസയിൽ അങ്ങനെ ഇക്കാരം. SKSSF മാത്രല്ല, ഇനിയിപ്പോ ഒരു അധ്യാപകന് SKSSF എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുട്ടിയൊന്നും ആവൂല, പ്രായപൂർത്തിയായ ആളെന്നെയാണ്. 20-25 വയസ്സുള്ള SKSSF പേരുണ്ട്. SKSSFന്റെ കമ്മിറ്റിയുടെ അടുക്കൽ നിന്ന് തന്നെ ഒപ്പ് വാങ്ങണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. കണ്ടോ, SKSSFോ SYSO SMFോ അവരിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ, SYS ആയാലും മതി, അത് മൂത്ത ആൾക്കാരുതാണല്ലോ. SMF എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാരുടെ ഒരു സംഘടനയാണ്, സുന്നി മഹല്ല് കമ്മിറ്റിക്കാരുടെ സംഘടന. അപ്പൊ SMFന്റെ ഒപ്പായാലും മതി, SKSSF തന്നെ വേണമെന്നില്ല. SYSന്റെ ഒപ്പായാലും മതി. എന്തിന് ഇദ്ദേഹം ഇത് മറച്ചു വെച്ചു? MSRന്റെ അപേക്ഷാ ഫോമിൽ SKSSFന്റെ ഒപ്പ് മാത്രമേ പറ്റൂ എന്ന് വിദ്യാഭ്യാസ വകുപ്പോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തേ ഇദ്ദേഹം ഇത് മറച്ചു വെച്ചത്? SYSന്റെ ഒപ്പായാലും മതി, സമപ്രായക്കാരായിരിക്കുമല്ലോ. SMFന്റെ ഒപ്പായാലും മതി, അവിടുത്തെ മഹല്ലിന്റെ നേതാക്കന്മാരായിരിക്കും അവര്. SKSSF തന്നെ ആവണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാ ഈ ഉസ്താദ് SKSSFന്റെ ഒപ്പിടാൻ വേണ്ടി പോകുമ്പോ അത് ഉസ്താദിനെ അപമാനിക്കലാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, തീർന്നില്ല. സ്വദേശ റേഞ്ചിൽ ചേർന്ന അംഗത്വ നമ്പർ, സ്വദേശ റേഞ്ച് സെക്രട്ടറിയുടെ പേരും ഒപ്പും സീലും വേണം. ഇപ്പോൾ ജോലി ചെയ്യുന്ന റേഞ്ച് സെക്രട്ടറിയുടെ പേരും ഒപ്പും സീലും വേണം. ഇതൊക്കെ ചെല്ലുമ്പോഴേ സമസ്ത MSR കൊടുക്കുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ MSR സംവിധാനത്തെ ഈ ചോദ്യം ചെയ്ത ഈ മനുഷ്യൻ അദ്ദേഹം പറയാ, MSR ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ, സമസ്തയുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ അദ്ദേഹം പറയാം, ആനുകൂല്യം കിട്ടുന്നില്ല. അത് ശരിയാണ്. MSR ഉള്ളവർക്ക് സമസ്തയിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അത് സമസ്തയുടെ ഒരു തീരുമാനമാണ്. ആ സമസ്തയുടെ ഏത് തീരുമാനമുണ്ടെങ്കിലും ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന മദ്രസയാണ്. അതുകൊണ്ട് ഇതിന് അംഗീകാരം തരണമെന്ന് ഈ മദ്രസ അപേക്ഷിച്ചതാണ്. ഇദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി ഇവിടെ പത്തിരിയാൽ വെച്ചിട്ട്. ഇപ്പൊ വാട്സപ്പിലൊക്കെ അതാണ് വല്ലാതെ ഓടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്താ വെല്ലുവിളി എന്നറിയോ? MSR പുതുക്കാൻ വേണ്ടി പറഞ്ഞ സമസ്ത 10,000-കണക്കിന് മദ്രസകളുടെ അംഗീകാരം പുതുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. എനിക്ക് അയാളോട് തിരിച്ചു പറയാനുള്ളത് എന്താണെന്നറിയോ? സമസ്തയുടെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു മദ്രസക്കാരെ കൊണ്ട് ആ അംഗീകാരം പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? അതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാൻ. അത് പറഞ്ഞു കാണാൻ ചെല്ലി നിങ്ങൾ മദ്രസന്റെ ആൾക്കാരെടുത്ത്. നിങ്ങൾ സമസ്തന്റെ മദ്രസയിൽ നിന്ന് പിൻവലിച്ചു കാണാൻ ഞങ്ങളെ വിദ്യാഭ്യാസ ബോർഡിക്ക് വരിയെന്നൊന്ന് പറഞ്ഞു നോക്കി. ചങ്കൂറ്റുണ്ടോ നിങ്ങൾക്ക്? കാരണം എന്തുകൊണ്ട്? ഇത് സമസ്ത പിടിച്ചു വലിച്ചതല്ല. സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതി വളരെ ശാസ്ത്രീയമാണ്, അത് വളരെ കെട്ടുറപ്പുള്ളതാണ്, അതിന് നല്ല വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ചതല്ലേ. ഓരോ മദ്രസയും അങ്ങനെ തന്നെയാണ്. എന്റെ മദ്രസ അങ്ങനെയാണ്, നിങ്ങളെ മദ്രസ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയായിട്ട് ചെന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാല് രോഗി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ചില നിയമങ്ങളുണ്ടാവും, ആ ഹോസ്പിറ്റലിൽ ചില സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാവും. അവർ പറയുന്നിടത്ത് കൂടി നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അവിടെ എന്റെ മനുഷ്യാവകാശം ധ്വംസിക്കപ്പെടുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതാ ഹോസ്പിറ്റലിന്റെ നിയമല്ലേ. പിന്നെ ഇവര് പറയണെന്താ വെച്ചാൽ ക്ഷേമനിധിയാണ്. മുഅല്ലിമീങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് എല്ലാ മുഅല്ലിമും ഒരു ദിവസത്തെ വേതനം അടക്കണമെന്നുണ്ട്. ഞാൻ ഉത്തരവാദപ്പെട്ട പല ആളുകളോടും സംസാരിച്ചു. അങ്ങനെ ആ വേതനം അടച്ചിട്ടില്ല എങ്കിൽ ആ മുഅല്ലിമിനെ പിരിച്ചുവിടണം എന്ന് സമസ്ത കമ്മിറ്റിക്കാരോട് പറയാറുണ്ടോ? ഇല്ല.
പറയാറില്ല. അങ്ങനെ ക്ഷേമനിധിയിൽ വേതനം അടക്കുന്ന വേതനത്തിന്റെ ഒരു ദിവസത്തെ വേതനം 6000 റുപ്യ ശമ്പളമുള്ള ഒരാൾക്ക് 200 റുപ്യ ഉണ്ടാവുമോ? ഒരു ദിവസം 200 റുപ്യ, ഒരു കൊല്ലത്തിൽ 200 റുപ്യ, 5000 റുപ്യ വേതനാണെങ്കിൽ അതിന് താഴെ. അങ്ങനെ ഒരു വേതനം ക്ഷേമനിധിയിലേക്ക് അടക്കുക. ഇവര് പറയണെന്താ വെച്ചാൽ ഇത് നിർബന്ധപൂർവം പിരിക്കാണ്. ഒരാള് അങ്ങനെ ആ വേതനം അടച്ചിട്ടില്ല എങ്കിൽ അയാളെ മദ്രസന്ന് പിരിച്ചുകൊണ്ടെന്ന് സമസ്തയോ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനോ പറയാറില്ല. MSR എടുത്തിട്ടില്ല എങ്കിൽ അയാളെ മദ്രസയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് കമ്മിറ്റിക്കാരോട് സമസ്ത പറയാറില്ല. പക്ഷെ MSR എടുത്തവർക്ക് ഔദ്യോഗികമായ അംഗീകാരം ഉണ്ടാകുള്ളൂ. അവർക്ക് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ കരിക്കുലത്തിലെ ഒരു അധ്യാപകനായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത്രയും അർത്ഥം. അപ്പൊ അങ്ങനെ ആ ക്ഷേമനിധിയിലേക്ക് ഒരു വേതനം അടച്ചു, അതൊരു സദഖയാണ്. അത് സദഖയാണ്, അല്ലാതെ നമ്മളെ ഇൻഷുറൻസ് കമ്പനി പോലെയല്ല. ഇൻഷൂറിലേക്ക് ഇപ്പൊ നമ്മൾ ലൈഫ് ഇൻഷുറൻസിലേക്ക് നമ്മള് പ്രീമിയം അടച്ചാൽ അത് നമ്മളതിന്റെ അവകാശികളായിട്ട് നമുക്ക് തന്നെ കിട്ടണം. അതൊരു കരാറാ. അങ്ങനത്തെ ഒരു കരാർ സംവിധാനം അല്ല ഇത്. നിങ്ങൾ വിചാരം അങ്ങനെ കരാറാണെന്നാണോ? അപ്പൊ നമ്മളെ നാട്ടിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു പിരിവ് നടത്തി വിചാരിക്കാം. എല്ലാവരും അതിലേക്ക് കഴിയാവുന്ന ഫണ്ട് കൊടുത്തു. എന്നാൽ അത് അതിന്റെ നിബന്ധന, ആ പിരിച്ച എല്ലാവർക്കും അറിയാം അതിന്റെ നിബന്ധനകൾ എന്താന്നുള്ളത്. ആ നിബന്ധന പാലിച്ച ആളുകൾക്ക് അത് കൊടുക്കും. അത് കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത് പിരിച്ചത്. ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ മൈക്കപ്പിരിവ് നടത്തിയില്ലേ, ബക്കറ്റ് പിരിവ്. ഈ ബക്കറ്റ് പിരിവ് ആ സംഘാടകർ എന്തൊക്കെയാണോ അത് തീരുമാനിക്കുന്നത് അതിലേക്ക് കൊടുക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടാവാറുണ്ടോ? ഇനിയിപ്പോ ഒരാളെ ബക്കറ്റിൽ ഇട്ടില്ല എന്നാ അവനോട് ഇറങ്ങി പോകാൻ വേണ്ടി പറയോ? അപ്പൊ എന്നതുപോലെ ക്ഷേമനിധിയിലേക്ക് ഫണ്ട് ഒരു ദിവസത്തെ വേതനം അടച്ചാൽ അവർക്ക് അതിന്റെ ആനുകൂല്യത്തിന്റെ അവർക്ക് ആനുകൂല്യം കൊടുക്കുള്ളൂ. ആ ആനുകൂല്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ജംഇയ്യത്തുൽ മുഅല്ലിമീനാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വിദ്യാഭ്യാസ ബോർഡല്ല, ജംഇയ്യത്തുൽ മുഅല്ലിമീനാണ് കൈകാര്യം ചെയ്യുന്നത്. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അവരുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് സമസ്തയുടെ ആളായിരിക്കണം. അതുപോലെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് പാലിച്ച ആൾക്കാർക്ക് അത് കൊടുക്കുള്ളൂ. അത് അങ്ങനത്തെ കൊടുക്കുള്ളൂ, കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അടച്ചിട്ട് എനിക്ക് കിട്ടൂല എന്നൊരു സംസ്ഥാനക്കാരന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു AP-കാരന് തോന്നുന്നുണ്ടെങ്കിൽ അവരടക്കാതിരുന്നോട്ടെ. എന്നിട്ട് പറയാ വാങ്ങണോടത്ത് പിരിക്കണോടത്ത് സുന്നിയാവാം, മുജാഹിദാവാം, ജമാഅത്താവാം, ഖാദിയാനി ആവാം, തരീഖത്താവാം, പക്ഷെ കൊടുക്കുന്നോടത്ത് സമസ്തയാവണം. സമസ്തയിൽ ഈ മദ്രസ അംഗീകരിക്കുവാൻ വേണ്ടി അപേക്ഷിച്ചപ്പോ തന്നെ പറഞ്ഞ എന്താണ്? സമസ്തയുടെ എല്ലാ നിയമാവലികളും ഇതിൽ പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത്. എന്നിട്ട് ഇവര് പറയാ പിന്നെ ഒരുപാട് പിരിവുകൾ നടത്തുകയാണ്. കുട്ടികളെ 15 റുപ്യ പിരിക്കുന്നില്ലേ? അപ്പൊ ഇത്രയും അധികം പൈസ പിരിച്ചിട്ട് ആ പൈസയുടെ കണക്കെവിടെയാണ്? അത് തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സമസ്ത ഇത് കെട്ടിഘോഷിച്ച് നടക്കാറില്ല. എന്താ വസ്തുത എന്നറിയോ? അതിന്റെ ചെറിയ ചില വസ്തുതകൾ മാത്രം ഞാൻ പറയാം. 2016 കണക്കാണ് ഞാൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണം. 2016 വരേക്കുള്ള കണക്കാട്ടോ, 17 കണക്കല്ല പറയുന്നത്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പാസാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭവന നിർമ്മാണത്തിന്, വീട് നിർമ്മാണത്തിന് 11,844 അപേക്ഷകൾക്ക് 3,38,89,565 റുപ്യ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കായി പറയുന്നത്. വിവാഹം 11,137 അപേക്ഷകൾക്ക് 4,87,864 രൂപ. 4,37,00,000 അങ്ങനെ 4,37,86,490 രൂപ കൊടുത്തിട്ടുണ്ട്. രോഗചികിത്സക്ക് 46,35,46,545 രൂപ കൊടുത്തിട്ടുണ്ട്. വിധവകൾക്ക് 365 പേർക്കായിട്ട്
18,71,650 രൂപ കൊടുത്തിട്ടുണ്ട്. രോഗം ബാധിച്ച 2,846 പേർക്ക്, ഇത് വലിയ സംഖ്യ ആയതുകൊണ്ട് വായിക്കാനൊരു പ്രയാസം, 35,46,545. കിണർ കുഴിക്കാൻ വേണ്ടി 237 പേർക്ക് 5,42,000. കക്കൂസ് നിർമ്മാണത്തിന് വേണ്ടി 3,15,000 പേര്, 105 പേർക്ക്. ആക്സിഡന്റ് സംഭവിച്ചവർക്ക് 14,87,800 രൂപ. മയ്യത്ത് പരിപാലനത്തിന് 11,09,000 രൂപ. മാതൃകാ മുഅല്ലിം അവാർഡായിട്ട് 10 ലക്ഷം രൂപ. 50 വർഷം ജോലി ചെയ്ത ആളുകൾക്ക് 1,40,000 രൂപ. KV ഉസ്താദ്, KT ഉസ്താദ്, നിസാമി ഇവരുടെ പേരിൽ 7ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ് ഇവർക്ക് കൊടുക്കുന്ന അവാർഡ് തുക 1000 രൂപ, 2000 രൂപ, 5000 രൂപ വെച്ചിട്ട് 2,03,61,251 രൂപ. 15 വർഷം സർവീസ് ചെയ്തവർക്കുള്ള ആനുകൂല്യം കൊടുത്ത ഇനത്തിൽ 29,44,085 രൂപ. പെൻഷൻ എന്ന് പറഞ്ഞാൽ വിരമിച്ച അധ്യാപകര്, അവർക്ക് 1.25 കോടി രൂപ. മദ്രസകൾ ഗ്രാന്റ്, മദ്രസകൾക്ക് പല ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഒക്കെ പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. 29 ലക്ഷം രൂപ. ഇതൊക്കെ ഇന്നലെ എടുത്ത കണക്കുകളാണ്, ഇന്നലെ ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് വാങ്ങിയ കണക്കുകൾ. അപ്പൊ സമസ്ത പിരിക്കുന്നു, കണക്കെവിടെ? ഇതാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇതല്ലേ ഈ തിരുവാലിയിൽ വെച്ച് ചോദിച്ചത്. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, എന്ത് 10 ലക്ഷം കുട്ടികളിൽ നിന്ന് 15 രൂപ വീതം പിരിച്ചാൽ 1.5 കോടിയായില്ലേ? ഈ പൈസ എവിടുക്കാ പോകുന്നത്? കുറെ പൈസ ചെറുശ്ശേരി ഉസ്താദിന്റെ കീശയ്ക്ക്, വേറെ കുറെ പൈസ കാളമ്പാടി ഉസ്താദിന്റെ കീശയിലേക്ക്, വേറെ കുറെ പൈസ കോട്ടുമൽ ഉസ്താദിന്റെ കീശയിലേക്ക്, ആലിക്കുട്ടി ഉസ്താദിന്റെ കീശയിലേക്ക്. ഇതല്ലേ സാധാരണക്കാര് മനസ്സിലാക്കുക? ഇനി തീർന്നില്ല, നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ തീരാ. മദ്രസ വിദ്യാഭ്യാസ ചട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് MER എന്നൊരു പുസ്തകമുണ്ട്. KER എന്ന് സ്കൂളിൽ പറയുന്നത് പോലെ MER. അത് വായിച്ചാൽ ഇതിന്റെയൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സമസ്ത അതിന്റെ റെക്കോർഡുകളെ പറ്റി പറയുന്നുണ്ട്. ഓരോ മദ്രസക്കും കൊടുക്കുന്ന റെക്കോർഡുകൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. 31 റെക്കോർഡ് ഓരോ മദ്രസയിലും വേണം. ഏതൊക്കെയാണ്? കുട്ടികളുടെ അഡ്മിഷൻ അപേക്ഷാ ഫോറം, അഡ്മിഷൻ രജിസ്റ്റർ, ഹാജർ പട്ടിക, ഒപ്പുപട്ടിക, ശമ്പള പട്ടിക, TC ബുക്ക്, വിസിറ്റ് ഇൻസ്പെക്ഷൻ ബുക്ക്, മാസാന്ത സിലബസ്, ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫോറം, ജനന രജിസ്റ്റർ, ജനന സർട്ടിഫിക്കറ്റ്, മൻഹജു തഅലീം, പൊതുപരീക്ഷ അപേക്ഷാ ഫോറങ്ങള്, പൊതുപരീക്ഷ മാർക്ക് ലിസ്റ്റ്, മുഫത്തിഷ് പരിശോധനാ റിപ്പോർട്ട്, പ്രോഗ്രസ് കാർഡ്, മുഅല്ലിം അഡ്മിഷൻ രജിസ്റ്റർ, മുഅല്ലിം TC, മാർക്ക് പട്ടിക, മദ്രസ നിയമങ്ങളും ചട്ടങ്ങളും, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നിയമങ്ങളും ചട്ടങ്ങളും, അൽ മുഅല്ലിം മാസിക. ഇതൊക്കെ സമസ്ത സൗജന്യമായിട്ട് ഓരോ മദ്രസക്കും കൊടുക്കുന്നതാ. ഇതിനൊക്കെ എത്ര പൈസ വരും? ഇനി മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാനേജിംഗ് കമ്മിറ്റി സ്റ്റാഫ് അസോസിയേഷൻ മിനിറ്റ്സ് ബുക്ക്, സ്റ്റാഫ് അസോസിയേഷൻ അക്കൗണ്ട്സ് ബുക്ക്, SKSBV വക രജിസ്റ്റർ, ഉപകരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്റർ, ലീവ് രജിസ്റ്റർ, മദ്രസയിലെ കലാപ്രതിഭകളുടെ രജിസ്റ്ററുകൾ, പാഠസമയ പട്ടിക, സർക്കുലർ സൂക്ഷിക്കേണ്ട ഫയൽ, ഇതൊക്കെ കമ്മിറ്റി വാങ്ങേണ്ട കാര്യങ്ങൾ. അപ്പൊ 31 റെക്കോർഡുകളില് 22 റെക്കോർഡും സമസ്ത കൊടുക്കുന്നതാണ്. ഇതിനൊക്കെ കാശ് ചെലവാക്കണില്ലേ? മാത്രമല്ല ഓരോ മദ്രസയിലും ഈ 2 തവണ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി 100ഓളം വരുന്ന മുഫത്തിഷമാരുണ്ട്. അവർ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാഷ്ട്രങ്ങളിലും ഓരോ മദ്രസയിലും വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ അക്കാഡമിക് നിലവാരം പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ നിലവാരം കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മദ്രസ അധ്യാപകരെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ഈ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ മുഴുവൻ രേഖയും ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്രയോ ഉദ്യോഗസ്ഥന്മാര് വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലുണ്ട്. അവർക്കൊക്കെ ചെലവില്ലേ?
എന്നിട്ട് ഇവര് പറയാം, കുട്ടികളിൽ നിന്ന് 15 രൂപ വീതം ബാഡ്ജിന് വേണ്ടി വാങ്ങിയിട്ട് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ, അതുപോലെ തന്നെ പരീക്ഷാ ഫീസിന് വേണ്ടി വാങ്ങുന്ന കോടിക്കണക്കിന് രൂപ, ആ രൂപകളൊക്കെ എവിടുക്കാ ചെലവാക്കുന്നത് കണക്ക് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇത് പറയുമ്പോ തോന്നും ഇതൊക്കെ ചെറുശ്ശേരിസ്ഥാന്റെ കീശിക്കാ പോണത്, ഇതൊക്കെ ആരിക്കുട്ടിസ്ഥാന്റെ കീശിക്കാ പോയത്. എത്രമാത്രം ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മദ്രസൊക്കെ നാട്ടുകാരതല്ലേ. അതിന് വ്യക്തമായ മറുപടി ഈ MER എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, മദ്രസയുടെ അക്കാഡമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അത് സമസ്തയാണ്. അതേ സമയത്ത് മദ്രസയുടെ ഭരണ നിർവഹണം, അതിന്റെ ഉടമസ്ഥാവകാശം കമ്മിറ്റിക്കാണ്. അങ്ങനെ തന്നെയല്ലേ? സമസ്ത ഏതെങ്കിലും മദ്രസയുടെ ഉടമാവകാശം പറഞ്ഞു വന്നിട്ടുണ്ടോ? ഏതെങ്കിലും മദ്രസയുടെ മേൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ദുഷ്പ്രചരണം മാത്രമാണ്. ഇത് സമസ്തയുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദേഷ്യം കാരണത്താലാണ്. എത്രത്തോളം, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം, വാക്കുകൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്, സമയം ഒരുപാടായി. എന്താണെന്നറിയോ, 2 വർഷം മുമ്പ് ചന്ദ്രികയിൽ ഒരു വാർത്ത വന്നു. ഒരു പള്ളിയില്, ഇപ്പൊ വണ്ടൂർ ടൗണില്, അവിടെ 2-3 പള്ളിയുണ്ട്. അവിടെ ഒരു പള്ളിയിൽ ആളെ കൊള്ളൂല, അപ്പൊ അടുത്ത പള്ളിയിൽ ആൾക്കാർ പോകും. ഇങ്ങനെ പല പള്ളിയിൽ ആളുകൾ നിസ്കരിക്കും ടൗണിലൊക്കെ. ഒരു പള്ളിയിൽ തന്നെ ഒരു ജുമാക്ക് ശേഷം ആൾക്കാർ എഴുന്നേറ്റ് പോയതിനു ശേഷം അടുത്ത ടീം അവിടെ നിന്നിട്ട് ജുമാ നടത്താൻ പറ്റുമോ? അങ്ങനെ ഒരു സമ്പ്രദായം ഇതുവരെ വന്നിട്ടില്ല. സ്വഹാബത്തിന്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ ഇമാമിങ്ങളുടെ കാലത്തോ ഇമാമിങ്ങളുടെ കിതാബുകളിലോ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ സമസ്തകാല ജമിയത്തുൽ ഉലമ പറഞ്ഞു, അങ്ങനെയുള്ള ജുമാ പറ്റൂല. ഒരു നാട്ടിൽ ഒരു ജുമയെ പറ്റുള്ളൂ. പക്ഷെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ സംഘർഷം ഉണ്ടായതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയാതിരിക്കുക, അതല്ലെങ്കിൽ വിശാലമായ നാടിന്റെ ഒരു തലയിൽ നിന്ന് ഈ ജുമ നടക്കുന്ന സ്ഥലത്തേക്ക് വളരെ വിദൂരത കാരണത്താൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള കാരണം ഉണ്ടാവുമ്പോൾ അവിടെ 2 ജുമ നടത്താം, അല്ലെങ്കിൽ 3 ജുമ നടത്താം, ആവശ്യത്തിനനുസരിച്ച് ജുമ നടത്താം. പക്ഷെ അത് ഒരു പള്ളിയിൽ തന്നെ ആവർത്തിക്കാൻ പറ്റുമോ? 1 മണിക്ക് ജുമ അടങ്ങി, 1:30ക്ക് ദുആ കഴിഞ്ഞു, ഒരു കൂട്ടർ ഇറങ്ങിപ്പോയി. അപ്പണ്ട് അങ്ങാടിത്തെ കച്ചവടക്കാരൊക്കെ പാടെ ഇവിടുത്തെ ജുമ ആയിരുന്നല്ലോ, നമ്മൾ സാധാരണ ദുഹർ നിസ്കരിക്കണമായി അസർ നിസ്കരിക്കുമ്പോ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരുമല്ലോ എന്നതുപോലെ ഒരു ജുമ കഴിഞ്ഞിട്ട് അടുത്ത ജുമക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുമോ? പറ്റൂലേ? സമസ്ത പറഞ്ഞത് പറ്റൂല. കാരണം അങ്ങനെ പറ്റുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മളെ പൊന്നാനിയിൽ അന്വേഷിച്ച് നോക്കൂ, വളരെ അടുത്തടുത്തായിട്ട് 8-10 ജുമകൾ നടക്കുന്നുണ്ട്. അത്രയും ജനസാന്ദ്രത അവിടെയുണ്ട്. ദുബായിൽ ചെന്ന് നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളല്ലേ ദുബായിലുള്ളത്, സ്വദേശികളും വിദേശികളുമായിട്ട്. ഒരു പള്ളിയിൽ കൊള്ളൂല. അപ്പൊ വളരെ അടുത്തടുത്തായിട്ട് ഒരുപാട് ജുമകളുണ്ട്. എത്ര ജുമക്കാണോ ആവശ്യം അത്ര ജുമയെ പറ്റുള്ളൂ. ആവശ്യത്തിലധികം ജുമ ഉണ്ടായാൽ ആ ജുമകൾ സഹിയാവൂല. ആവശ്യത്തിന് അനുസരിച്ച് മാത്രമേ ജുമ പറ്റുള്ളൂ. അപ്പോ എത്ര ജുമ പറ്റും? ഒരു പള്ളിയിൽ തന്നെ ഒരുപാട് ജുമ പറ്റുകയാണെങ്കിൽ ആ ടൗണിലെ ഏറ്റവും വലിയ പള്ളി, ആ പള്ളിയിൽ 2 വട്ടം ജുമ നടത്തിയാൽ എല്ലാവർക്കും ജുമ കിട്ടും. പക്ഷേ അവിടെ ഒരു ജുമ നടത്തുകയാണെങ്കിലോ മറ്റുള്ള പള്ളികളിൽ ചിലപ്പോൾ 5-6 ജുമ നടത്തേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ 3 ജുമ അടുത്തടുത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ടൗൺ പള്ളി, ഒന്ന് അനഫി പള്ളി, ഒന്ന് മസ്ജിദുൽ മാജിദ്. അത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. ഹോസ്പിറ്റലുടെ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. ഓരോ ജുമ അവിടെ ഏറ്റവും ചുരുങ്ങിയത് 3 ജുമക്കെങ്കിലും ആവശ്യമുണ്ട്. അതുകൊണ്ട് 3 ജുമ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ടൗൺ പള്ളിയിൽ ഒരു വട്ടം ജുമ നടത്തിയിട്ട് വീണ്ടും ഒരു ജുമ നടത്തുകയാണെങ്കിൽ 2 ജുമക്ക് ആവശ്യമുണ്ട്. അവിടെ 3 ജുമേന്റെ ആവശ്യം വരില്ല. കാരണം ടൗൺ പള്ളി അത്രയും വലിയ പള്ളിയാണ്. അപ്പൊ ടൗൺ പള്ളിയിൽ ഒന്നിനു ശേഷം മറ്റൊരു ജുമ നടത്തുകയാണെങ്കിൽ അവിടെ 2 ജുമയൊക്കെ ആവശ്യമുള്ളൂ, 3 ജുമേന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ 3 ജുമ നടക്കുന്നുണ്ട് 3 പള്ളിയിലായിട്ട്. ഫുഖഹാക്കൾ പറഞ്ഞ എന്താണ്? ആവശ്യത്തിന് ഏറെ ജുമ നടന്നാൽ ഏറെയുള്ള ജുമ സഹീഹല്ല.
അപ്പൊ ഇവിടെ 2 ജുമാ കൊണ്ട് മതിയാക്കാൻ പറ്റും. എന്നിട്ടും ഫുഖഹാവ് പറയാണ് അവിടെ ഒരു പള്ളിയിൽ 2 ജുമാ നടത്തേണ്ടത്. അവിടെ പല പള്ളിയിൽ എത്ര ജുമാക്ക് ആവശ്യം വരുമോ അത്ര ജുമാ നടത്താം. അപ്പൊ ഒരു പള്ളിയിൽ തന്നെ പല ജുമാ നടത്താൻ പറ്റുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിലത്തെ 3 ജുമയും ബാത്തിലാവും, കാരണം അതിന്റെ ആവശ്യമില്ല. പൊന്നാനിയിലെ 10 ജുമയും ബാത്തിലാവും, കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം അവിടുത്തെ വലിയ പള്ളിയിൽ 2-3 ജുമ നടത്തിയ പോരെ അസ്റാവുന്നത് വരെ സമയമുണ്ടല്ലോ. അരമണിക്കൂർ കൊണ്ടൊരു ജുമ, പിന്നെ അരമണിക്കൂർ കൊണ്ടൊരു ജുമ, പിന്നെ അരമണിക്കൂർ കൊണ്ടൊരു ജുമ, അങ്ങനെ 2-3 ജുമ നടത്തിയ ഈ 10 പള്ളിയത്തെ ജുമയും കൂടി ഒരു പള്ളിയിൽ നടത്താൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടത് ആൾക്കാർ നടത്തുന്നില്ല? അങ്ങനെ ഒരു സമ്പ്രദായമല്ല, അങ്ങനെ ഒരു ശൈലിയില്ല, അങ്ങനെ ഒരു ജുമ അല്ല. അതുകൊണ്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ പറഞ്ഞു, അത് സംസ്ഥാനം എതിർക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, അങ്ങനെ ജുമ നടത്താൻ പാടില്ല. അതിന്റെ ഫത്വ കമ്മിറ്റി പത്രക്കുറിപ്പിറക്കി. അപ്പോ ഇവരിറങ്ങി, ഇവര് പറഞ്ഞു പറ്റും, ആവശ്യമുണ്ടെങ്കിൽ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രപ്രസ്ഥാനം ഇറങ്ങി. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ഇത് നുസ്രത്തുൽ അനാമാണ്. ഇതിന് നജീബ് മൗലവി എഴുതിയത് എന്തൊക്കെയാണ്? അദ്ദേഹം എഴുതുന്ന ഓരോ പ്രയോഗങ്ങൾ നോക്കണം. എന്താണ്? മുശാവറ അംഗങ്ങൾ ഇനിയും ധാരാളം പേരുണ്ടെങ്കിലും, അതായത് ഫത്വ കമ്മിറ്റിയിൽ അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് സി കോയക്കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂര്, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ എന്നിവരാണ്. എന്നിട്ട് ഇദ്ദേഹം എഴുതുക, മുശാവറ അംഗങ്ങൾ ഇനിയും ധാരാളം പേരുണ്ടെങ്കിലും അവരിൽ ഇവരെക്കാൾ പ്രഗത്ഭരുണ്ടെങ്കിലും മുശാവറ ചേർന്ന് ഇനി ഇത് തിരുത്താൻ വഴിയില്ല. കാരണം ആരെങ്കിലും ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ തന്നെ അവരെ അടക്കി നിർത്താൻ വേണ്ടവരുടെയൊക്കെ സാന്നിധ്യം ഈ ഫത്വ കമ്മിറ്റിയിലുണ്ട്. അപ്പോ ചെറുശ്ശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദിന്റെ ഒക്കെ സ്വഭാവം എന്താന്ന് വെച്ചാല്, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റൂല, ഞങ്ങളെ ചോദ്യം ചെയ്ത് ഞങ്ങളെ അടക്കി നിർത്തും. എന്തിനാ നജീബ് മൗലവി നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത്? ആ സാത്വികരായ കോയക്കുട്ടി ഉസ്താദിനെ പോലത്തെ മഹാന്മാർ, അവരെ പറ്റി ഇങ്ങനെ എഴുതാൻ പറ്റൂ? ഇങ്ങനെ ഒരു പക്ഷപാതിത്വമുള്ള ആൾക്കാരാണ് അവര്. ദുബായിൽ ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് പോയിരുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങി ആ ദിവസം തന്നെയാണ് കോയക്കുട്ടി ഉസ്താദ് അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അവിടുത്തെ ആൾക്കാര്, ദുബായിലുള്ള നമ്മുടെ സഹോദരന്മാർ കോയക്കുട്ടി ഉസ്താദിന്റെ നിഷ്കളങ്കത കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മഹാനെ പറ്റി. ഇവരൊക്കെ ഇങ്ങനെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ആളുകളായിട്ടല്ലേ നുസ്രത്തുൽ അനാമിൽ നിങ്ങൾ എഴുതിയത് ആ മഹാന്മാരെ പറ്റി? തീർന്നില്ല. ഈ ബുൽബുൽ ദശവാർഷിക പതിപ്പിൽ മറ്റൊരു പരാമർശം കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താം. എന്താണെന്നറിയോ? വളപുരത്തൊരു തൊലാക്ക് പ്രശ്നം ഉണ്ടായി. അന്റെ മകളെ 3 തൊലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു. തൊലാക്ക് പോയോ അല്ലേ? തൊലാക്ക് പോയി എന്ന് ആ നാട്ടിലുള്ള ഒരാൾ ഫത്വ കൊടുത്തു. ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് വന്നു. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ആ വാചകം പൂർണ്ണമല്ല, അതുകൊണ്ട് ഇത് തലാഖിന്റെ വാചകം ആയിട്ടില്ല. കാരണം ഒരു വാചകം പൂർത്തിയാവണമെങ്കിൽ അതിന്റെ വെർബും അതിന്റെ സബ്ജക്റ്റും ഒക്കെ പൂർത്തിയാവണം. അതുകൊണ്ട് അത് തൊലാക്ക് പുറപ്പെടുവിപ്പിക്കാൻ ഉപയുക്തമായ വാചകമല്ലാത്തതുകൊണ്ട് തൊലാക്ക് പോയിട്ടില്ല. ഏപിക്കാര് പറഞ്ഞു തൊലാക്ക് പോയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണ്, ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഏപിക്കാരെന്തോ പറഞ്ഞോട്ടെ, അന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, വാദപ്രതിവാദം ഉണ്ടായി. ആ മഹല്ല് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, വളപുരത്ത് ഇതൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിനെക്കുറിച്ച് നജീബ് മൗലവി എഴുതിയത് എന്താണെന്നറിയോ? ഇതൊക്കെ നിങ്ങൾ കാണണം. അദ്ദേഹം പറയാം, തലാഖ് കേസിലെ പ്രതി അയാൾക്ക് വീണ്ടും വിചാരം വന്ന് മുഫ്തിയെ സമീപിക്കുമ്പോൾ എങ്ങനെയും അവരെ രക്ഷപ്പെടുത്തുകയെന്ന ഒരു നയം 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചില ആധുനിക മുഫ്തിമാർക്കുണ്ടായി. തൊലാക്ക് പിരിച്ചു എന്ന് പറഞ്ഞാൽ തൊലാക്ക് സംഭവിക്കില്ലെന്ന ഫത്വയും, കർത്താവിനെ പറയാതിരുന്നാൽ ഒരു നിലക്കും തൊലാക്ക് സംഭവിക്കില്ലെന്ന ഫത്വയും ഈ നയത്തിന്റെ ഭാഗമായി ഉണ്ടായി തീർന്നതാണ്. അതായത് ഇയാൾ പറഞ്ഞെന്താ അറിയോ? ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെ ഫത്വ കൊടുക്കാൻ കാരണം, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോ ഭർത്താവിന് തോന്നി, പടച്ചോനെ ഞങ്ങളൊന്ന് ഒന്നിച്ച് ജീവിക്കണല്ലോ. അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് എങ്ങനെങ്കിലും തോന്നുന്നു ഒന്നിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു നയാണ് സമസ്തയുടേത്. അതുകൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെ ഫത്വ കൊടുത്തത്. അപ്പൊ എന്ത് വന്നു? തലാക്ക് പോയ തലാഖിനെ
അത് പോയിട്ടില്ല എന്ന് ഫത്വ കൊടുത്തിട്ട് വ്യഭിചാരത്തിന് ഫത്വ കൊടുക്കുന്ന ഒരു നയം സമസ്തക്കുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നസ്രാണികളും ജൂതന്മാരും പഴച്ചുപോയതുപോലെ സമസ്ത പഴച്ചുപോയിരിക്കുന്നു. അതിന് കാരണം ശാഖാപരമായ വിഷയത്തിൽ തീരുമാനം 1967 എടുത്തത് കൊണ്ടാണ്. സമസ്തയുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ മോശമായ ആളുകളാണ്. സമസ്ത അതിന്റെ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് അത് മഹല്ലുകളെ അടക്കി ഭരിക്കാനും അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാനുമാണ്. MSRലൂടെയും അതുപോലെ ക്ഷേമനിധി പദ്ധതിയിലൂടെയും ഒക്കെ സമസ്ത മുഅല്ലിമീങ്ങളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നമുണ്ടാകും. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ അതിന്റെ എന്തോ ഒരു ജൂബിലി വാർഷിക നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2 മാസത്തെ ക്യാമ്പയിൻ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന ക്യാമ്പയിൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സംസ്ഥാനക്കാരെ, നിങ്ങൾ മഹല്ലുകൾ ശിഥിലമാക്കരുത്. നിങ്ങൾ ആക്കിയതുകൊണ്ട് ആകുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ട് തൗറാത്ത് വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് ബനൂ ഇസ്രായേലുകാര് മൂരിക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്തതാ താൻ പോറ്റി വളർത്തിയതായ തന്റെ ജനത ഏതൊരു തൗഹീദിലേക്കാണോ ഞാൻ ക്ഷണിച്ചതെങ്കിൽ ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇതാ സാമിരി ഉണ്ടാക്കിയ മൂരിക്കുട്ടിയെ ആരാധിക്കുന്നതിലേക്കും അതിന്റെ ചുറ്റും ഇത്തികാഫിരിക്കുന്നതിലേക്കും തിരിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് മനം നൊന്തുകൊണ്ടതാ മൂസാ നബി അലൈഹിസ്സലാം മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടി പിടിച്ചുകൊണ്ട് ശകാരിക്കുകയാണ്. ആ സമയത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, യബ്ന ഉമ്മ ലാ തഖുദു ബിലിഹിയതി വറസി, എന്റെ ഉമ്മാന്റെ മോനെ, എന്റെ സഹോദരാ, എന്റെ താടിയും തലയും പിടിക്കണ്ട. ഞാൻ അവരെ തടയാതിരിക്കാൻ കാരണം, ഞാൻ അഥവാ അവരെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ബനൂ ഇസ്രായേലുകാർ പല കക്ഷികളായിട്ട് ചിലർ എന്നെ അനുകൂലിക്കുന്നവരും ചിലർ എന്നെ പ്രതികൂലിക്കുന്നവരുമായിട്ട് കക്ഷികളായിട്ട് ചേരിതിരിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും, ഒരുപാട് ശൈഥില്യം ഇവിടെ ഉണ്ടാകും, ഒരുപാട് കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ കുഴപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്. ലിമ ഫറഖ്ത ബൈന ബനി ഇസ്രായീല, ബനൂ ഇസ്രായേലുകാരുടെ ഇടയില് നീ ഭിന്നമാക്കിയില്ലേ എന്ന് മൂസാ, നീ അങ്ങ് എന്നോട് ചോദിക്കുമെന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത് എന്ന് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം പ്രതികരിച്ചില്ലേ. ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ആളുകളുടെ മനസ്സിൽ വിശ്വാസത്തോടുകൂടി കാണുന്ന മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ, ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമസ്ത എന്ന് പറയുന്നത് ഒരു കച്ചവട സംഘമാണ് എന്നും ആളുകളുടെ പണം തട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് എന്നും കേരളം കോഴിക്കോടുള്ള 40 അംഗ സമിതി മാത്രമാണ് എന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമസ്തയുമായിട്ട് മറ്റൊരു ബന്ധമൊന്നുമില്ലെന്നും അവരുടെ മദ്രസകളെല്ലാം തന്നെ നാട്ടുകാരുടെ മദ്രസയാണ്. ആ മദ്രസ സമസ്ത അധികാരം കയ്യാളുകളാണ്, കയ്യേറ്റം ചെയ്യുകയാണ്, വസ്ബ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഭിന്നിപ്പിന്റെയും വിഷഭിന്നിപ്പിന്റെ വിഷവിത്തം പാകുന്നത് നിങ്ങളുടെ ആ ക്യാമ്പയിന് മഹല്ലിന് ശിഥിലമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാമ്പയിൻ മഹല്ല് ശിഥിലമാക്കുന്ന ക്യാമ്പയിനാണ്. അല്ലാതെ അത് നസീഹത്തിന്റെ ക്യാമ്പയിൻ അല്ല. അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉലമാഇനോടുള്ള മതിപ്പ്, അവരോടുള്ള ബഹുമാനം, അവരോടുള്ള മഹബത്ത് അത് നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ദുരമോഹവും നിങ്ങളുടെ ദുരാഗ്രഹവും അതുപോലെ തന്നെ എന്തോ മോഹഭംഗവും അത് മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന കളിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ത്വലാ
ത്വലാഖിന്റെ വിഷയത്തിൽ സമസ്തയുടെ ആളുകളെ ഈ രൂപത്തിൽ വിമർശിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പള്ളിയിൽ പല ജുമുഅ നടക്കുന്ന കേവലം മസ്അലാപരമായ ഒരു വിഷയത്തില് സമസ്തയുടെ ഫത്വ കമ്മിറ്റിക്കാരെ വെറും അഹങ്കാരികളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഒരു മുടി കൊണ്ടുവന്നപ്പോൾ ആ മുടി വ്യാജ മുടിയാണ് എന്നുള്ളതിന് 100,000 തെളിവുകൾ ഇവിടെ മുമ്പിലുണ്ടായിട്ട് പോലും അതിനെ ന്യായീകരിക്കാനും അതിന് പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടി അവിടുന്നും ഇവിടുന്നും തുണ്ടം ഇബാറത്തുകൾ മുറിച്ചുകൊണ്ട് പ്രസംഗിക്കാനും നിങ്ങൾ തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിന് എതിരെ പ്രസംഗിക്കാനുമൊക്കെ നിങ്ങളെ പ്രചോദിപ്പിച്ച വികാരം കടുത്ത സമസ്തയോടുള്ള വിരോധമാണ്, അസൂയയാണ് എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരിക്കലും തന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. ഇനി ഇങ്ങനത്തെ ഒരു വിശദീകരണത്തിന് വേണ്ടി ഇവിടെ വരൂല്ല. ഒരുപാട് കാര്യങ്ങൾ സത്താർ സാഹിബ് പറഞ്ഞു, അതിന്റെ ബാക്കി കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ സംഘടിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴിലായിട്ട് ഈ സമുദായത്തിന്റെ അവകാശങ്ങളും ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും നിലനിർത്തുവാൻ വേണ്ടി നാം അണിചേരുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയിൽ സംഘടിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു മതിയായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കണം തമ്പുരാനെ. ഇന്നും ഇന്നലെയും മരിച്ച ഈ അഹമ്മദ് സാഹിബ് രാമന്തളി തങ്ങൾ പോലുള്ള മഹാന്മാരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. അവരെയും ഞങ്ങൾ ഇന്നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.